ക്രിസ്തീയ കുടുംബജീവിതം എന്ന വിഷയത്തെക്കുറിച്ച് വലിയ പ്രഘോഷണത്തിനായി നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് പുത്തക്കരികെ അച്ഛനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ആത്മീയരായ വൈദികരെ, സഹോദരി സഹോദരന്മാരെ, ഒരു കുടുംബ സംഗമമായി നമ്മളിന്ന് ഒരുമിച്ച് കൂടിയിരുന്നു. നല്ല നല്ല ചിന്തകൾ ആമുഖമായി നമ്മൾ ശ്രദ്ധിച്ചു. ചെറിയ ചിന്താശേഖരയിൽ നമ്മൾ നീങ്ങുന്നു. കുടുംബങ്ങളുടെ കൂട്ടായ്മ, കുടുംബ ബന്ധങ്ങൾ. ലോകത്തിൽ ദൈവം ആദ്യം സ്ഥാപിച്ച ബന്ധം കുടുംബ ബന്ധമാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തെ വിളിക്കുന്ന വാക്ക് ഉടമ്പടികളുടെ പുസ്തകമെന്നാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ യഹോവയായ ദൈവം 3 ഉടമ്പടികൾ സ്ഥാപിച്ചു. ഒന്നാമത്തെ ഉടമ്പടി കല്യാണമാണ്. ഉൽപ്പത്തി 2:23. ആദ്യം ഉടമ്പടി വാക്കിലാണ്, നീ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവും. രണ്ടാം ഉടമ്പടി ഉൽപ്പത്തി 9 ദൈവവും ലോകയുമായി. മൂന്നാം ഉടമ്പടി ഉൽപ്പത്തി 12 ദൈവവും അബ്രഹാമുമായി. 2-ാം അധ്യായത്തിൽ 1-ാം ഉടമ്പടി, 9-ാം അധ്യായത്തിൽ 2-ാം ഉടമ്പടി, 12-ാം അധ്യായത്തിൽ 3-ാം ഉടമ്പടി. ഉടമ്പടിക്ക് ഇംഗ്ലീഷിൽ 2 വാക്കുകളാണ്. ഒന്ന് കോൺട്രാക്ട്, 2 കവനന്റ്. 2 വശത്തും മനുഷ്യനാണെങ്കിൽ കോൺട്രാക്ട്, ഒരു വശത്ത് മനുഷ്യനും മറുവശത്ത് ദൈവവുമാണെങ്കിൽ കവനന്റ്. നരേന്ദ്രമോദിക്ക് ട്രംപുമായി കോൺട്രാക്ട്, മോശയ്ക്ക് ദൈവവുമായി കവനന്റ്. ട്രംപിനെക്കാളും മോഡി വാഷിംഗ്ടൺ DC വന്നപ്പോൾ ഞാൻ അവിടുത്തെ പള്ളി ധ്യാനിപ്പിക്കുക. അദ്ദേഹം പ്രധാനമന്ത്രിയായത് ആദ്യ നാളുകൾ. അപ്പോൾ അന്ന് ആൾക്കാർ പ്രാർത്ഥിക്കുന്നത് കേട്ടു, ദൈവമായ കർത്താവേ, ആദിയിൽ നിന്നും ജാതിയിൽ നിന്നും മോദിയിൽ നിന്നും ഞാൻ രക്ഷിക്കണം. ഇതായിരുന്നു അന്നത്തെ പ്രാർത്ഥന. അപ്പം മോദിയും ട്രംപുമായി കോൺട്രാക്ട്, ദൈവവും മോശയുമായി കവനന്റ്. കോൺട്രാക്ട് കാലപരിമിതിയുണ്ട്, കവനന്റ് കാലാതീതം. അമേരിക്കയിൽ വെടിയുള്ള 5 വർഷം മേടിച്ചേക്കാം കോൺട്രാക്ട്. 2030 ആകുമ്പോൾ പിന്നെ വെടിയെന്ന് മേടിക്കണ്ട, കോൺട്രാക്ട് തീർന്നു. ഇന്ത്യയിലെ ഏലക്ക 5 വർഷം മേടിച്ചേക്കാം, ഫ്രാൻസുമായി കോൺട്രാക്ട്. 5 വർഷം കഴിഞ്ഞ് ഫ്രാൻസ് ഏലക്ക മേടിക്കണ്ട. ഹിന്ദുക്കളുടെ കല്യാണം ഈ നാട്ടിൽ സിവിൽ കോൺട്രാക്ട്, മുസൽമാന്റെ കല്യാണം സിവിൽ കോൺട്രാക്ട്, ക്രൈസ്തവ കല്യാണം കവനന്റ്. ഹിന്ദുക്കൾക്ക് വിവാഹമോചനം എളുപ്പം, മുസ്ലിങ്ങൾക്ക് വിവാഹമോചനം എളുപ്പം. പക്ഷെ നമുക്കോ മത്തായി 19:6 ചുറ്റിയ പാമ്പ് കടിച്ചു പോകും. ഒരിക്കൽ കിട്ടിയോ പിന്നെ മരണം വരെ. ഇന്ന് ഡൈവോഴ്സിന്റെ ആൾക്കാർ ഓടുന്ന കാലമാണ്. ഞാൻ അച്ഛനാണ്, കോടതി സഹായിക്കുന്ന വക്കീലുമാണ്. അപ്പം എൻ്റെ ഡിവോഴ്സിന്റെ ഭാഗമായിട്ട് അതും ചെയ്യുന്നു. ഇവിടെ ഇന്ന് വിവാഹമോചനത്തിന് വേണ്ടി ഒരുപാട് ആൾക്കാർ ഓടിക്കൂടി വരുന്ന ഒരു കാലം. ഒരു കുടുംബ കോടതി വന്നിട്ട് പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി ഡൈവോഴ്സ് വേണം. കോടതി ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? അവൻ പറഞ്ഞു 15 വർഷം. എത്ര മക്കൾ? 3 മക്കളും 15 വർഷമായപ്പോഴാണ് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ചിന്തിക്കാൻ പറ്റായിരുന്നു. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി ആദ്യ രാത്രി കഴിഞ്ഞപ്പോൾ മുതൽ ഡൈവോഴ്സ് ആഗ്രഹിച്ച. അതെന്താ? മുടച്ചട്ടി, പ്ലേറ്റ്, കപ്പ്, സ്പൂൺ, ഫോർക്ക്, ഗ്ലാസ്, ബക്കറ്റ് എടുത്ത് എന്റെ പാഞ്ഞിരിക്കുന്നത് ഏറോട് ഏറെ. ജഡ്ജി പറഞ്ഞു, 15 വർഷം സഹിച്ച റിപ്പോർട്ടെന്താ? ബഹുമാനപ്പെട്ട കോടതി അടുത്ത ഏരിയ ഉന്നമായിട്ട് വരുന്നു. നേരെ ഉള്ളിലായിരുന്നു, ഉന്നമായിട്ട് ജഡ്ജിയെ മുറിക്കാൻ പറഞ്ഞു. ജഡ്ജി പറഞ്ഞു, 3 മക്കളിലെ പപ്പാതി വീതം വെക്കാൻ വേണ്ടി ഡൈവോഴ്സ് വെട്ടി മുറിക്കാൻ പറ്റുമോ? അവൻ ദരിദ്രൻ. അവൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി 1 വർഷം തന്നാൽ മതി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോളാം. അവളെ കൂട്ടിപ്പോയി താമസിയാതെ ഗർഭിണിയായി. പ്രസവം കഴിഞ്ഞ് 21-ാം ദിവസം ഡൈവോഴ്സിന്റെ ഫൈനൽ ഡേറ്റ്. 4-ാം പ്രസവത്തിൽ 4-ാമത്തെ കുഞ്ഞാകുമ്പോൾ 2 ലഭിക്കാം. പ്രതീക്ഷയുടെ കാത്തിരുന്നു. പക്ഷെ അവന്റെ ഗതികേട് അവന്റെ ഭാര്യയാണ്. 4-ാമത്തെ പ്രസവത്തിൽ ഇരട്ടപ്പിള്ളായിരുന്നു. നടക്കണമെന്നില്ല. ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്തരുത്. ഇപ്പോൾ ഉടമ്പടിയായിട്ട് ദൈവം സ്ഥാപിച്ചു ദാമ്പത്യ ബന്ധത്തെ. നമ്മൾ കാണുന്നുണ്ട്, ദൈവമായ കർത്താവ് ഉൽപ്പത്തി 2:18 മുതൽ 25 വരെ വാക്യമില്ല. ദൈവമായ കർത്താവ് താൻ സൃഷ്ടിച്ചതെല്ലാം നല്ലതെന്ന് കണ്ടു, ഒന്ന് മാത്രം നന്നല്ല എന്ന് കണ്ടു. എന്താ? പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല,
കൂട്ടുവേണം, പെണ്ണാണോ ആണ് കൂട്ടുവേണം. അന്ന് സൃഷ്ടിച്ച ഓരോ ജീവിയെയും കൊണ്ടുവന്നിട്ട് ചേരുമെന്നറിയാൻ. പുറകിൽ ആദം, മുമ്പിൽ എരുമ, ചേരിയല. ഇടതുവശത്ത് ആദം, വലതുവശത്ത് പിടിയാന, ചേരിയല. ഒരു വശത്ത് ആദം, മറുവശത്ത് വെച്ചുപശുവിനെ വെക്കുന്നത് ചേരിയല. തമ്പുരാന്റെ വിളിയിൽ തേങ്ങാമറിയും അടക്കാമറിയും ചേരിയല്ല, തങ്കച്ചനും തങ്കമയും ശരിക്കും ചേരി. പുരുഷനെ ഗാഢ നിദ്രയിൽ ആഴ്ത്തി ബൈബിൾ തെളിച്ചു വായിക്കണം. ബൈബിളിൽ ചില വാക്കുകൾ ചുരുക്കം പ്രാവശ്യമുള്ളൂ, പിന്നെ കാണുകയില്ല. അങ്ങനെ ചുരുക്കമുള്ള ഒരു വാക്കാണ് ഗാഢ നിദ്ര. ആർക്കാണ് കിട്ടിയത്? ആണുങ്ങളുടെ വർഗത്തിന് കിട്ടിയ കാലം ഏതാ? പെണ്ണുങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പ് ആണുങ്ങളെ കുറിച്ച മഹാഭാഗ്യം ഗാഢ നിദ്ര. ദൈവം പൊന്നുമോനെ ഉറങ്ങണ മനസ്സമാധാനത്തോടെയുള്ള നിന്റെ ഒടുക്കത്തെ ഉറക്കം. ഉറക്കമെത്താൻ വരുന്നുണ്ട്, സുഖമായിട്ട് ഉറങ്ങുക. അവളെ കണ്ടപ്പോൾ അവൻ ചിരിച്ചു. നരനിൽ നിന്നും എടുക്കപ്പെട്ടതുകൊണ്ട് നാരിയെ എവിടെ തെളിച്ചു പിടിക്കണം. ചില ആളുകൾ കുടിക്കും, ചിലർക്ക് മുൻകോപം. കുടിയും കോപം കഴിയുമ്പോൾ പല ആളുകളും നാരിയുടെ രായയുടെ അടിയിലുള്ള കുരുപ്പ് കാണുന്നില്ല, ബാക്കിയെ കാണത്തുള്ളൂ. തെളിച്ചു പിടിക്കണം. നരനും നാരിയുമായി, പുരുഷനും സ്ത്രീയുമായി ദൈവം സൃഷ്ടിച്ചു ലോകത്തിലെ അതിമനോഹരമായ ദാമ്പത്യ ബന്ധം. എന്നിട്ട് പറയുന്നു, പുരുഷനും സ്ത്രീയും നഗ്നരായിരുന്നു, ലജ്ജതൊന്നുമില്ല. ദാമ്പത്യത്തിന്റെ അടിസ്ഥാനമാണ് നഗ്നരാണെങ്കിലും ലജ്ജ തോന്നരുത്. എന്റെ അർത്ഥം എന്താ? തുണിയില്ലെന്നല്ല. ഭർത്താവിനെ ഒളിക്കാൻ ഭാര്യയ്ക്ക് ശരീരമില്ല, വാട്സപ്പില്ല, ഫോൺ കോളില്ല, കാശനപ്പാടില്ല. ഭാര്യയെ ഒളിക്കാൻ ഭർത്താവിന് ദേഹമില്ല, വാട്സപ്പില്ല, ഓൾഡ് ഫ്രണ്ട്ഷിപ്പില്ല, സാമ്പത്തിക മേഖലയില്ല. അറിയാത്തതൊന്നുമില്ല, എല്ലാം നേരെ ഒളിക്കാനും മറക്കാനുമില്ല. ജീവിതം തുറന്ന പുസ്തകം നമുക്കറിയാം. ഒന്നും ഒളിക്കാനില്ലേലും ഒരു നാണമില്ലാത്തത് കൊച്ചു പിള്ളേരെ കണ്ടിട്ടില്ലേ? 100 ബന്ധമില്ലേലും ഒരു നാണമില്ല. ഞാൻ വീട്ടിൽ ഞാൻ വീട് വെച്ചിരിക്കുക. ഓരോ മുറി കയറി ഇറങ്ങി പോകുമ്പോൾ ഒരു 3 വയസ്സുകാരൻ പൊന്നരിഞ്ഞാലും മാത്രമില്ല, 100 ബന്ധമില്ലാതെ അച്ഛൻ്റെ പുറകെ പരേടുന്നു. തള്ള പറഞ്ഞു, ചെറുക്ക നാണമില്ലേ, അകത്തുപോയി ഇതിട്ടോണ്ട് വാടാ. പോയി ആഘോഷമായിട്ട് കാലിലുണ്ട് ചെരുപ്പ് കൊണ്ടു. ഇത് മതിയോ? ഒളിക്കാനും കളിക്കാനുമില്ല. ചില കണ്ടുപിടിയന്മാർക്കും ഈ സ്വാതന്ത്ര്യം. കഴിഞ്ഞ പോലെ ക്രിസ്മസിന് പാല പറവിത്താനും ആശുപത്രിയിൽ രാവിലെ 10:30 ദുബായിലെല്ലാം പോവുക. മോട്ടോർ സൈക്കിൾ KSRTC ബസ് സ്റ്റാൻഡിന് ബാധിക്കുന്നപ്പോൾ 2 കുടിയന്മാരെ പൂക്കുറ്റി പൂസായിട്ട് നിൽക്കുന്നു. ഒരു കുടിയൻ ജനിച്ച പാട് കരിങ്കൽ പെരുമ പോലെ, ഗാന്ധി സ്റ്റാച്യു പോലെ വളർന്നു നിൽക്കുന്നു. 100 ബന്ധമില്ല. തൊട്ടടുത്തൊരു കുടിയൻ ഒരു കീറത്തുണി കൊടുത്തില്ല പെണ്ണിൽ അരയിൽ പൊതിഞ്ഞു വെച്ചിരിക്കുന്നു. ഞാനതിലെ പോകുമ്പോൾ തുണിയുള്ള കുടിയൻ തുണിയില്ലാത്ത കുടിയനോട് പറയുക, എടാ നാണം കെട്ടവനെ, ആ പോകുന്ന പുരോഹിതനാണ് ഓർമ്മ. നമ്മൾ സഭയുടെ മക്കളാണ്, മറക്കരുത്. എത്ര പൂസായാലും അച്ഛന്മാരെ കാണുമ്പോൾ നാണവും ബഹുമാനവും കാണും. പൂസായ നിനക്കല്ലെങ്കിൽ എനിക്കുണ്ടാകുന്ന ഇവനേത് മൊത്തം പറിച്ച് അവനെ ഒളിക്കാനും മറിക്കാനുമില്ല. വിവാഹം തുറവിയുടെ ജീവിതമാണ്, ഒളിക്കാനും മറിക്കാനുമില്ല. അതുകൊണ്ടാണ് പറയുക, വീട് 2 വിധത്തിൽ പണിയാം. നമ്മുടെ കുടുംബം 2 വിധത്തിൽ പണിയാം. 1 ബാബേൽ ഗോപുരം പോലെ, 2 സിയോൻ മാളിക പോലെ. ബാബേൽ ഗോപുരം പോലെ, സിയോൻ മാളിക പോലെ. എന്താണ് ബാബേൽ ഗോപുരം? 11. ഒരു ഭാഷ, ഒരു ദേശം, ഒരു സംസ്കാരം, പക്ഷെ ഭാഷ ചെതറിപ്പോയി. കമ്പി ഒഴിക്കുമ്പോൾ കല്ല് ഒഴിക്കുമ്പോൾ ഇഷ്ടിക, അത് ഒഴിക്കുമ്പോൾ മണൽ ഒഴിക്കുമ്പോൾ വെള്ളം, ഭാഷ ചെതറിപ്പോയി. പുതുപ്പള്ളിയിലെ നിങ്ങളുടെ വീട് ബാബേൽ ഗോപുരമാണ്. 30 വയസ്സുള്ള മരുമകൾ എന്നാ പറഞ്ഞാലും അമ്മായിമ്മയ്ക്ക് മനസ്സിലാകുന്നില്ല. അമ്മായിമ്മ പറഞ്ഞത് മരുമകൾക്ക് ദഹിക്കുന്നില്ല. അപ്പനമ്മമാർ പറഞ്ഞത് മക്കൾക്ക് സുഖിക്കുന്നില്ല. മക്കളുടെ സജഷൻ പേര് സംസ്കൃതിയാൻ പറ്റിയത്. ഭാഷ ചെറിയ ബാബേൽ ഗോപുരം. ആഗ്രയിലെ വിശ്വവിസ്മയം വെണ്ണക്കൽ സ്വന്തമായ താജ്മഹൽ. ആ താജ്മഹൽ മനോഹരമാണ് കാണാൻ. പക്ഷേ ആ താജ്മഹലിനെ നോക്കി വിശ്വകവി ടാഗോർ ഇങ്ങനെ എഴുതി, കാലത്തിന്റെ കവിളിലെ കണ്ണിന് തുള്ളി. വെണ്ണക്കൽ സ്വന്തമാണ്. അകത്തിലെ ഉണങ്ങിയ ശവങ്ങൾ ഷാജഹാനും മുംതാസും. പുതുപ്പള്ളിയിൽ ഉഗ്രം വീട്
പല മുറി പല നില ഷെക്കാറ്റുകൾ, ഭാര്യയോട് വർത്താനം പറയാൻ സമയമില്ലാത്ത കെട്ടിയവൻ, കെട്ടിയോട് മിണ്ടാൻ പറ്റാത്ത ഭർത്താവ്, ഭർത്താവോട് മിണ്ടാത്ത ഭാര്യ, മകളെ കേൾക്കാത്ത മാതാപിതാക്കൾ, കുടുംബത്തിൽ പ്രശ്നമാണ്. ആ മക്കളും മയക്കുമരുന്നിന്റെ പുറകെ പോകും, ലഹരിയുടെ പുറകെ പോകും, തോന്നിയ വഴിയെ പോകും. ഒരു ചെറുപ്പക്കാരൻ ഒരു ചന്തയിൽ നല്ല മയക്കുമരുന്ന് കഴിച്ച് മത്ത് പിടിച്ച് വന്നതാണ്. കാണുമ്പോൾ അറിയാം, കണ്ണൊക്കെ മുണ്ടി മുടിയൊക്കെ പടുത്തിട്ട് ഒരു ആപ്പിൾ കച്ചവടക്കാരൻ്റെ 5-6 ആപ്പിൾ ഇവർക്ക് കഴിച്ച് കുറെ കെട്ടി കാര്യങ്ങൾ ഉന്തും തള്ളും ബഹളമായി പോലീസിനോട് ചോദിച്ചു, നീ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ? തോമൻ പറഞ്ഞു, ഇല്ല. സത്യമാണെന്ന്, നീ മയക്കുമരുന്ന് കഴിച്ചെങ്കിൽ 1 മാസം ജയിലിനകത്ത്, ഇല്ലെങ്കിൽ നിന്നെ വെറുതെ ഒരു ടെസ്റ്റ് ഉണ്ട്, ആ ടെസ്റ്റ് പാസ്സാകും. എന്താ സാർ കരയോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ആ പ്രതിമ ആരാന്ന് ചോദിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ വലിയ പ്രതിമ വിളിക്കപ്പെട്ടാൽ ആർക്കും അറിയാവുന്നത് ആരാന്ന് ചോദിച്ചു. എനിക്കറിയാം ആരാ. അവൻ പറഞ്ഞു, സാർ തലയിൽ മുടിയില്ല, മഞ്ഞ ഡ്രസ്സുമാണ്, ബ്രസീലിന്റെ കളിക്കാരനാണ്, അവന്റെ അനുഭവത്തിലുള്ളൂ. ഇപ്പൊ കുടുംബത്തിൽ കുഞ്ഞുങ്ങളിങ്ങനെ വളർന്നു വരുമ്പോൾ, അപ്പൊ അങ്ങനെ വളർന്നു വരുമ്പോഴാണ് ഈ മക്കൾക്ക് സാന്നിധ്യം വീട് ബാബേൽ ഗോപുരമാണ്, പാഠശാല ബാബേൽ ഗോപുരം എങ്കിൽ ഈ ദിവസം വിളിക്കുന്നു അത് സിയോൻ മാളികയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം. പല ഭാഷക്കാരും പല ദേശക്കാരും ഒരുമിച്ച് കൂടി, പക്ഷെ ഒരേ ഭാഷയിൽ മനസ്സിലായി. മരുമകൾ പറയുന്നത് അമ്മായി മനസ്സിലാക്കണം, പഴയ തലമുറ പറയുന്നത് പുതിയ തലമുറ സ്വീകരിക്കണം, പുതിയ തലമുറ പറയുന്നത് പഴയ തലമുറ ഉൾക്കൊള്ളണം. വീട് സിയോൻ മാളികയാകണം. ഇന്നൊരു വലിയ പ്രശ്നം, ആർക്കും ഒന്നിനും മിണ്ടാനും പറയാനും സമയമില്ല. പലപ്പോഴും കോടതിയിൽ നിന്നും ചില കേസുകൾ ആസൂത്രിക്ക് പറഞ്ഞു വിടും, കോടതിക്ക് പുറത്ത് തീർക്കാനായിട്ട്. അങ്ങനെ പറഞ്ഞു വിടുമ്പോൾ പലപ്പോഴും കേസ് ചെയ്യുന്നത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്താനം പറയാൻ പറയും. ഒരു 15 മിനിറ്റ് അടുത്തിരുന്ന് വർത്താനം പറയുമ്പോൾ പല കുടുംബത്തിലെയും പ്രശ്നങ്ങൾ തീരുന്നതായിട്ട് കാണാം. ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞു, നല്ല ഭാര്യാഭർത്താക്കന്മാര് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് അടുത്തിരുന്ന് മിണ്ടിയാൽ മതി. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛൻ 15 മിനിറ്റ് വേണ്ട, ഈ മനുഷ്യൻ ഒരു 5 മിനിറ്റ് മിണ്ടിയാൽ മതി. ഇയാൾ സന്ധ്യയാകുമ്പോൾ 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയുന്നില്ല. 3 അടി, 3 അടി. 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയുള്ളൂ. വേറെ സംസാരമില്ലാത്ത കുടുംബം. ഒരു സ്ത്രീ പറഞ്ഞു, എനിക്കൊരു കെട്ടിവരെ കാണുമ്പോൾ അടിവേര് നോക്കി ഒരു തൊടി കൊടുക്കാനാകുന്നു. ഞാൻ ചെറുനാടി ആദ്യ രാത്രി ചൂടടിച്ച് പുതപ്പിന് കീഴെ മുട്ടി ഉരുമി കൊച്ചുവർത്താനം പറഞ്ഞ് കിടക്കാവ് നോക്കുമ്പോൾ പാതിരാത്രി 12 മണിക്ക് ഇത് ഞാൻ ചാടി എനിക്ക് ചോദിക്കുക, ഡെൻമാർക്കിന്റെ തലസ്ഥാന അതാണിത് എന്നുവെച്ചാൽ ഭൂമിശാസ്ത്രം പഠിക്കാനാണ് ഇയാളുടെ കെട്ടിക്കൊണ്ടത്. ഇങ്ങനെ അങ്ങനെ ചോദിച്ചത്, എൻ്റെ അച്ഛ വിവാഹം പഠിക്കുക മനഃശാസ്ത്രം പറഞ്ഞാലും വിഷയങ്ങൾ തീരുമ്പോൾ മനപ്പുറം വിഷയങ്ങൾ ഉണ്ടാക്കി പ്രധാനം പറയണം. ഒരു പൊതുജീവിതം ആരംഭിക്കല്ലേ, പൊതുവിജ്ഞാനം രക്ഷിക്കാൻ വേണ്ടി വിഷയം എടുത്തിട്ടുള്ളത്. വീട് കാനാൻ ദേശമാകണം, വീട് സിയോൻ മാളികയാകണം. നമ്മുടെ വീട് സ്വർഗമാക്കാം, നരകമാക്കാം. സ്നേഹമുള്ള ഭർത്താവും സ്നേഹമുള്ള ഭാര്യയും സ്നേഹമുള്ള മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമാണ് ആ വീട് സ്വർഗം. കുടിക്കുന്ന കെട്ടിവൻ, ചൂടാകുന്ന ഭർത്താവ്, പൊട്ടിത്തെറിക്കുന്ന ഭാര്യ, ക്ഷിപ്രകോപമുള്ള മക്കൾ, ആ വീട് നരകമാണ്. ഈ ലോകത്ത് സ്വർഗമായി ജീവിച്ചവർക്ക് മരണാനന്തരം ഒരു നരകമില്ല, ഒരു വിധിയില്ല. ഈ ലോകം നരകമായി ജീവിച്ചവന് എന്നായിരുന്നാലും മരണാനന്തരം ഒരു സ്വർഗവുമില്ല. ഇതിന്റെ നിത്യതയാണ്, തുടർച്ചയാണ് മരണാനന്തര ജീവിതം എന്ന് പറയുക. ഒരു വീട്ടിൽ മത്തായി ചേട്ടനും മറിയാമ്മ ചേട്ടത്തി 2 പേരും നല്ലവരാ. പക്ഷെ മത്തായി ചേട്ടൻ കുടിച്ചാൽ പരമ ചേറ്റയാണ്. ഭാര്യയെ അടിക്കും, മക്കളെ ഇടിക്കും, പാത്രം ഓടിക്കും. 70-ാം വയസ്സിൽ മത്തായി ചേട്ടൻ മാരകമായ രോഗം വന്ന് മരിച്ചു. സ്വർഗത്തിൽ വിടാനുള്ള പുണ്യവുമില്ല, നരകിൽ വിടാനുള്ള പാപവുമില്ല. ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരാളിരിക്കാൻ പറ്റും. മത്തായി അങ്ങനെ 20 വർഷം കഴിഞ്ഞ് മറിയാമ്മ ചേട്ടൻ മരിച്ചേ. അപ്പൊ സ്വർഗത്തിന്റെ കാവൽക്കാരൻ പറഞ്ഞു, മറിയാമ്മ, മത്തായി ഇനിയും സ്വർഗത്തിൽ കയറിയിട്ടില്ല, കാത്തിരിക്കുക.
നീ ഭൂമിയിൽ ഒരുപാട് സഹിച്ചുകൊണ്ട് ഇന്ന് തന്നെ സ്വർഗത്തിൽ കയറാം. പക്ഷെ മറിയാമ്മ ഒരു പരീക്ഷ പാസ്സാകണം. എന്താ പരീക്ഷ? ഒരു വാക്കിന്റെ സ്പെല്ലിംഗ് ചോദിക്കും. തെറ്റിയാൽ കയറ്റിയല്ല, സംശയിച്ച കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല, ആവർത്തിച്ച കയറ്റിയല്ല, ചോദിക്കാൻ പറ്റും. ലവ് മറിയാമ്മ ഈസി LOVE ലവ് സ്വർഗത്തിൽ കയറ്റും. ഇനി മറിയാമ്മ സ്വർഗത്തിന്റെ കാവൽക്കാരി. ആരെങ്കിലും സ്വർഗത്തിൽ കയറാൻ വരുമ്പോൾ വാക്കിന്റെ സ്പെല്ലിംഗ് ചോദിക്കണം. ചോദിക്കേണ്ട 5 വാക്ക്: ജീസസ്, പ്രൈസ്, ആമേൻ, ഗ്ലോറി, ഹല്ലേലൂയ. പിന്നെ മറിയാമ്മയ്ക്ക് 2 എക്സ്ട്രാ പീസ് കൈനീട്ടിയുള്ള ചോദ്യങ്ങളാണ്. മറിയാമ്മ ഇങ്ങനെ കൂട്ടുകാരി ലിസി വന്നു. ഏതാണ് ജീസസിന്റെ സ്പെല്ലിംഗ്? അത് കയറ്റി വിട്ടു. ആൻസമ വന്നു, ആമേന്റെ സ്പെല്ലിംഗ്. ജാൻസി വന്നു, ഗ്ലോറിയുടെ സ്പെല്ലിംഗ്. എളുപ്പത്തിൽ കയറ്റി വിടുക. അന്നാണ് മത്തായി ചേട്ടന്റെ വീട്. മത്തായി സ്വർഗത്തിൽ കയറാൻ വേണ്ടി കുഞ്ഞു വരിക. മറിയാമ്മയുടെ ഭൂമിയിൽ എനിക്കൊരു പണി ഉള്ളതിന് ഒരു പണി കൊടുത്തിട്ടേ ഉള്ളൂ. മത്തായി ചോദിച്ചു, ഓ പണി, നീയാണോ ഗേറ്റ് കീപ്പർ? അതേ സ്വീകാർ, ഞാൻ തന്നെയാണ്. ഫ്രീ ആയിട്ട് സ്വർഗത്തിൽ കയറാവും. അയ്യോ പറ്റിയത് പരീക്ഷ പാസ്സാകണം. എന്താ പരീക്ഷ? വാക്കിന്റെ സ്പെല്ലിംഗ് ഇരിക്കും. തെറ്റിയ കയറ്റിയല്ല, സംശയിച്ച കയറ്റിയല്ല, അറിയത്തില്ല കയറ്റിയല്ല, ആവർത്തിച്ച കയറ്റിയല്ല. ചോദിക്കടി, ചാൻസ് ഒന്നേ ഉള്ളൂ. സമയം കളയാ ചോദിക്കടി. പിന്നെ ഒരു പിഴക്കൊന്നും തോന്നിയത് ചോദിക്കാനല്ല പറഞ്ഞത്. ശരി, ചെക്കോസ്ലോവാക്കിയാണ് സ്പെല്ലിംഗ് പറയാവോ? നമ്മുടെ മത്തായിച്ചേരൻ എന്നേക്കും ഔട്ടായിരുന്ന ഈ ലോകത്തിലെ സ്വർഗമാ നിത്യജല സ്വർഗം, ഇവിടുത്തെ നരകമാ നിത്യജല നരകം എന്നൊക്കെ പറയാം. ഇപ്പൊ ദൈവങ്ങളുടെ കുടുംബം കാനാൻ ദേശമാകണം. ബൈബിളിലെ സുന്ദരമായ സ്ഥലം കാനാൻ ദേശം. പുതുപ്പള്ളിയിലെ നിങ്ങളുടെ വീട് കാനാൻ ദേശമാണ്. സൂചിപ്പിച്ചില്ലേ? ഓരോ വീടിന്റെയും മുറ്റം വൃത്തിയാക്കിയാൽ ലോകം മൊത്തം വൃത്തി. നിങ്ങളുടെ വീട് കാനാൻ ദേശമായാൽ ഈ ലോകം മുഴുവൻ കാനാൻ ദേശമാകും. കാനാൻ ദേശം 2 അനുഭവങ്ങളാണ്. ഒന്ന് പാല്, 2 തേന്. പാലും തേനും. എന്താ പാല്? ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതെല്ലാം പാല്. കുടിക്കാൻ തുണി, കഴിക്കാൻ ഭക്ഷണം, രോഗത്തിന് മരുന്ന്, താമസിക്കാൻ വീട്, പാലനുഭവം. പുതുപ്പള്ളിക്കാരായ നിങ്ങൾക്ക് പാൽ അനുഭവത്തിന് വലിയ കുറവൊന്നുമില്ല. പക്ഷെ ഇല്ലാതെ പോയി 2 തേൻ. എന്താ തേൻ? ഭർത്താവിന് മനപ്രയാസം ഉണ്ടാകുമ്പോൾ ഭാര്യ അടുത്തിരുന്ന ആശ്വാസത്തിന്റെ വാക്ക് പറയാൻ. ഭാര്യയ്ക്ക് മനസ്സ് കുറിയുമ്പോൾ ഭർത്താവ് അടുത്തിരുന്ന സാന്ത്വനത്തിന്റെ വാക്ക് പറയാൻ. കുഞ്ഞുങ്ങൾ നൊമ്പരപ്പെടുമ്പോൾ പേരൻസ് അടുത്തിരുന്ന ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നത്. അതാണ് തേൻ. പാലും തേനും ഒഴുകുന്ന സ്ഥലം, ആ സ്ഥലമാണ് കാനാൻ ദേശം. എങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കാറുണ്ട്, ഒരിക്കലും ഭർത്താവിന്റെ കുറ്റം മക്കളെ കേൾക്കെ വിവരമുള്ള അമ്മ പറയരുത്. ഒരിക്കലും ഭാര്യയുടെ കുറ്റം വിവരമുള്ള ഭർത്താവ് മക്കളെ കേൾക്കെ പറയല്ലേ. ഭാര്യയ്ക്ക് എന്ത് കുഴപ്പമില്ലെങ്കിലും പെങ്ങന്മാരും വീട്ടുകാരും കൂട്ടുകാരും അറിയരുത്. ഭർത്താവിന് എന്ത് കുറ്റമുണ്ടെങ്കിലും കൂട്ടുകാരും സ്വന്തക്കാരും അറിയരുത്. തൊണ്ടപ്പെടുത്തോ വിഴുങ്ങി ഇറങ്ങുന്ന പറയല്ലേ. 4 ആന്റിമാര് ഞായറാഴ്ച കഴിഞ്ഞ് പള്ളിക്കിട്ട് വർത്താനം പറയാം. ഒരാന്റി പറഞ്ഞു, ഓ എന്റെ ഗതികേട്, എന്റെ കെട്ടിവൻ ഒരു മുമ്പ് പിശാച്, എപ്പോഴും ഫോണിൽ ചൊറിയുക, TV കാണുക, മിണ്ടാൻ സമയത്ത് ഇതുകൂടി കാലിനെയാണല്ലോ എനിക്ക് കിട്ടിയത്. 2ാമത്തെ സ്ത്രീവൻ എന്റെ കെട്ടിവൻ മയക്കുമരുന്ന്, കള്ളുകൂടി പോകല്, മുടിഞ്ഞ നാറ്റം, ഇതുകൂടി ചേർക്കാനേ കിട്ടിയില്ല. 3ാമത്തെ സ്ത്രീവൻ എന്റെ കെട്ടിവൻ ഏത് തുണി കിട്ടിയ പെണ്ണുപോലെ വായി പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കും, ഇവിടെ കേവലം എനിക്ക് കിട്ടിയല്ലോ. 4ാമത്തെ സ്ത്രീ പറഞ്ഞു, നമ്മൾ ഭാര്യമാരെ ഭർത്താക്കന്മാരെ കുറിച്ച് ഇങ്ങനെ കുറ്റം പറയുന്നത്. അങ്ങനെ പറയാനാണെങ്കിൽ എന്റെ കിഴങ്ങനെ കുറിച്ച് എന്തെല്ലാം പറയാനുണ്ട്, ഞാനായിട്ട് എന്തെങ്കിലും പറയുന്നുണ്ട്. വീട് കാനാൻ ദേശമാണ്. തേനും പാല് വിടുന്ന ഒരു കാനാൻ ദേശം. വീട് കാനാൻ ദേശമാകണമെങ്കിൽ പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങളിലേക്ക് ക്രൈസ്തവ ദമ്പതിമാർ തിരിച്ചു പോകണം. പഴയ നിയമത്തിലെ 10 പ്രമാണങ്ങൾ. 1, ദൈവമായ കർത്താവ് ഞാനാണ്, ഞാനല്ലാതെ മറ്റു ദൈവം ഉണ്ടാകുന്നത്. കുടുംബത്തിൽ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. ഞായറാഴ്ച കുർബാന, സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, ഇതൊക്കെ നമുക്ക് വരുമ്പോൾ നമ്മുടെ മക്കളും അത് കണ്ടുപഠിക്കും. ഇന്ന് പലപ്പോഴും TV സീരിയൽ സമയം മുഷിയ കാലമാണ്. കുറേ നാൾ മുമ്പ് എൻ്റെ അമ്മയുടെ ഇളയ ആങ്ങളെ രാത്രി ഞാൻ ഫോൺ വിളിച്ചു.
നാളുകൾക്ക് മുമ്പ് പങ്കൾ പറഞ്ഞു, മോനെ കുറച്ച് കഴിഞ്ഞ് വിളിക്കാവോ? ഞാനും മോൻ്റെ അമ്മായിയും കൂടി പരസ്പരം കണ്ടുകൊണ്ടിരിക്കുക. ഞാനൊരു തമ്മിൽ കാണുക. പിന്നെ ഞാൻ മനസ്സിലായി അന്നത്തെ ഒരു സീരിയലിൻ്റെ പേരായിരുന്നു പരസ്പരം. പ്രാർത്ഥനാ സമയങ്ങൾ സീരിയൽ മോഷിക്കാം. ഞാൻ വരുന്ന ഉഴവൂരിൽ നിന്നാണ്. 75 വയസ്സ് പ്രായമുള്ള ആൻറ്റി അയൽപക്കത്തെ 50ഓളം കുഞ്ഞുങ്ങൾക്ക് അടുത്ത നാളിൽ ജിലേബിയും ലഡു മുട്ടായി വിതരണം ചെയ്തു. ആൾക്കാർ ചോദിച്ചു, ആൻറ്റിയുടെ ബർത്ത്ഡേ ആണ്? അല്ല. വിവാഹ വാർഷികമാണ്? അല്ല. കുഞ്ഞുങ്ങളുടെ ജന്മദിനമാണ്? അല്ല. പിന്നെ ജിലേബി ലഡു? ആൻറ്റിയുടെ മറുപടി, 6 മാസമായി സീരിയൽ ഗർഭിണിയായിരുന്ന ശ്രീലക്ഷ്മി മിനിയാന്ന് പ്രസവിച്ചു. അതിന്റെ സന്തോഷമാണ് ലഡു നാട്ടുകാർക്ക് കൊടുക്കുക. അപ്പൊ സീരിയൽ മുഷിക്കുന്ന കാലം. ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കുമ്പോൾ കുടുംബത്തിൽ 3 വാക്കുകൾ ഭാര്യാഭർത്താക്കന്മാരെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയും. 3 വാക്കുകൾ. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. ദാമ്പത്യം പറയുന്ന 3 വാക്കുകൾ. പ്ലീസ് പണ്ട് അറിവില്ലാത്ത കാടന്മാരായ അപ്പനുള്ളപ്പോൾ കടുപ്പുള്ള വാക്ക്. ചായ അരക്കടി, ചോറ് വിളമ്പടി, കറി വിലക്കടി. ഈ കൽപ്പനയായിരുന്നു. ഇന്ന് കൽപ്പന പോയി. ഇന്ന് സൗമ്യത. ചായ കുടിച്ചാലും ചോറുണ്ടാലും ഉണ്ണാനായ കൂടി സൗന്ദര്യത്തിന്റെ ഭാഷ. ഭാര്യ ഭർത്താവിനോട് പഞ്ചസാര തീർന്ന കാര്യം 3 ദിവസമായി പറയുന്നത്. ഇന്നും കൂടെ മേടിച്ചു സത്യമായിട്ടും താൻ നാളെ പഞ്ചായത്തിലേത കട്ടൻ കാപ്പി കേരളത്തിന് വരും കേട്ടോ. ഇതുപോലെ വാക്കുകളില്ല. അന്തസ്സുള്ള ഭാഷ സൗമ്യതയുടെ ഭാഷ. പ്ലീസ്. 2 സോറി. തെറ്റുപറ്റിയോ ഉറങ്ങാൻ പോകുന്ന ഭർത്താവിനോട് സോറി പറയണം. ഭാര്യയോട് സോറി പറയണം. മുടിപ്പെട്ട മനസ്സുമായിട്ട് ഒരു രാത്രി ഉറങ്ങിയാൽ അത് ആരെങ്കിലും പതിയുകയും പിന്നെ ഹൃദയം അകലുകയും ചെയ്യും. സോറി. ആവശ്യം വരുമ്പോൾ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ വിവരമുള്ള ഭാര്യ മുഖവരി കരുതരുത്. അത് കോപത്തിന്റെ കോമളയായിട്ട് തള്ളാൻ പഠിക്കണം. അരിശം വരുമ്പോൾ ഭാര്യ എന്തെങ്കിലും പറഞ്ഞാൽ അക്ഷരാർത്ഥം കരുതരുത്. അത് ചുമ്മാ തള്ളണം. അരിശുവിന്റെ ഭാര്യ പറയുക, താൻ പോകുന്ന വഴിക്ക് വണ്ടി ഇടിച്ച് കാല് ഒടിഞ്ഞ് കിടക്കത്തേ ഉള്ളൂ. ഒടിയാൻ വേണ്ടല്ലോ. ഒടിയാൻ ഇവിടെ തന്നെ വേണം. കുഴപ്പം വേണ്ടി പിന്നെയും പറയാൻ. പിന്നെ പറയണം, പിന്നെ മനുഷ്യ അരിശുബന്ധം പറഞ്ഞാൽ സോറി മനുഷ്യ വിഷയം കേട്ടോ. ഭർത്താവ് ഭാര്യയോട് നീ സത്താരിനെയും വേറെ കെട്ടാൻ വേണ്ടിയല്ലല്ലോ, ചുമ്മാ അരിശത്തിൽ പറയുന്നതാ. ഒരു ഭർത്താവ് ഭാര്യയോട് പറഞ്ഞു, ഞാൻ നിന്നെ ജീവനിലും സ്നേഹിക്കും. ഭാര്യ എത്രമാത്രം അങ്ങേയറ്റം. ഞാൻ മരിച്ചാലോ മിണ്ടാതെ നീയും മരിച്ചാൽ പ്രാന്ത് പിടിക്കും. പ്രാന്തൊക്കെ പിടിക്കല് താൻ വേറെ പെണ്ണുങ്ങളും കെട്ടു. എന്റെ പ്രാന്ത് പിടിച്ചാൽ പിന്നെ എന്നൊക്കെ കാണിക്കുന്നു. ആർക്കാ പറയാൻ പറ്റുക? ഇപ്പൊ കുടുംബത്തിൽ ചില സംസാരത്തിൽ വാക്ക് വരാം. ആ വാക്കുകൾ അക്ഷരാത്തിൽ എഴുതരുത്. ഒരു സോറി പറയണം. സോറി. അതുകൊണ്ടാണ് പറയുന്നത് ദമ്പതികൾ പാലിക്കേണ്ട 3 പ്രമാണങ്ങൾ. 1 കോപം വരുമ്പോൾ വർത്തമാനം പറയരുത്. കോപം വരുമ്പോൾ വർത്താനം പറയരുത്. അരിശം എന്ന് പറയുന്നത് ഉള്ളിലെ പിശാച ഞാനല്ല. പിന്നെ അവർക്കും ഇങ്ങനെ പറയണ്ടായിരുന്നു. ഭാര്യയ്ക്ക് ഭർത്താവിനോട് നല്ല അരിശം, നല്ല 2 തെറി പറയാനായിരുന്നു. പക്ഷെ പറഞ്ഞാൽ പോയില്ലേ. അരിശയുടെ ഭാര്യ സാവധാനം അടുക്കളയിൽ ചെയ്യുക. ഗ്യാസ് സ്റ്റൗ ഓൺ ചെയ്യുക. ചീനിച്ചട്ടി പിടുക. വെളിച്ചെണ്ണ ഒഴിക്കുക. അത് നന്നായിട്ട് വരയ്ക്കുമോ കടുകിടുക, ഉള്ളി അരിയിടുക, കരിവേപ്പില മുറിച്ചിടുക. ഒരു കവിയോട് ഇങ്ങനെ ഒലത്തിക്കൊണ്ടിരിക്കണം. ഒലത്തി അരിശം പോകുന്നവരെ ഒലത്തി നിൽക്കണം. അല്ല ഒലത്തിയ വർത്താനം വായു വരും. അത് വരാതിരിക്കാൻ. കോപം വരുമ്പോൾ വർത്താനം പറയരുത്. 2 ആണുങ്ങൾ അരിശം വരുമ്പോൾ ഭാര്യയോട് വേണ്ടരുത്. വലതും പറയാനെങ്കിലോ മിടുകനാണാണോ മൊബൈൽ ഫോണുകളുടെ മുറി കയറി 1 മാസമുള്ള വാട്സപ്പ് അല്ല ഒന്നുകൂടെ കിളിക്കിളി മുക്കി ഓരോ മറുപടി പറയുക. തണുപ്പത്തെ കാര്യങ്ങളുണ്ടാവും. കോപം വരുമ്പോൾ വർത്താനം പറയാൻ. 2 നിരാശ വരുമ്പോൾ തീരുമാനം എടുക്കരുത്. എപ്പോഴും സന്തോഷമല്ലോ. നിരാശ വരുമ്പോൾ പോയി ചത്തേക്കാം, ജീവിതം തീർത്തേക്കാം, എല്ലാം തീർന്നു, ഒന്നും വിടരുത്. നിരാശ വന്നു ഒരാഴ്ച ഒരുമിച്ച് പ്രാർത്ഥിക്കുക, ദേവാലയത്തിൽ പോവുക, സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, ചുമ്മാ ഒരുമിച്ചിരിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ അറിയാത്ത പരിഹാരം അത്യുന്നതന്റെ കരം നിങ്ങൾക്കായി വീട്ടിത്തരും. നിരാശ വരുമ്പോൾ തീരുമാനം എടുക്കരുത്. 3 ആഹ്ലാദം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. ഭാര്യ നല്ല കരിമീൻ പൊടിച്ചു, നല്ല ടേസ്റ്റ്, മൂടായ ലേഡി എന്നാ ടേസ്റ്റാണ്. നിന്റെ അടുത്ത ബർത്ത്ഡേക്ക് ചേട്ടൻ ഒരു ഡിസ്കോ സ്വർണ്ണമാല പണിച്ചു തരും.
പറ്റുമെങ്കിലേ പറയാമോ, കൊടുക്കാൻ പറ്റിയില്ലേ അടുത്ത ബർത്ത്ഡേക്ക് ഡിസ്കോ ഡാൻസ് കഴിക്കാനുണ്ടാവും. അമിതമായ വാഗ്ദാനം കൊടുക്കരുത്. അത് വിവാഹത്തിന്റെ 3 നിയമങ്ങൾ. സോറിയോട് ഇത്രയല്ല 3 നിയമങ്ങൾ. കോപം വരുമ്പോൾ വർത്താനം പറയല്, നിരാശ വരുമ്പോൾ തീരുമാനമെടുക്കരുത്, ആഘാതം വരുമ്പോൾ വാഗ്ദാനം കൊടുക്കരുത്. 3 താങ്ക് യു. 1 പ്ലീസ്, 2 സോറി, 3 താങ്ക് യു. നമ്മുടെ നാട്ടിലെ കുഴപ്പം കല്യാണം കഴിഞ്ഞും 2-3 മക്കളുമായി ഭർത്താവ് എന്നാ ചെയ്താലും ഒരു താങ്ക് യു ഭാര്യ പറയരുത്, ഭാര്യ എന്നാ എടുത്താലും ഒരു താങ്ക് യു ഭർത്താവും പറയരുത്. വിദേശ ചെല്ലണം എന്നൊരു താങ്ക് യു. ഭർത്താവ് നല്ല ചുരിദാർ മേടിച്ചു കൊടുത്തു, ഭാര്യ പറയും താങ്ക് യു മാൻ, നല്ല മാച്ചിങ് കളറാകട്ടോ. ഭാര്യ നല്ല കോമിച്ചു കൊടുത്തു, താങ്ക് യു ഹണി, നല്ല ടേസ്റ്റ് ആകട്ടോ. എന്നെങ്കിലും അച്ഛനും കിടക്കുന്ന രാത്രി 9ക്ക് ഭാര്യ ചൂട് കഴിഞ്ഞ് പയറുന്നവരും കടുവ് വാങ്ങാൻ പറ്റുമ്പോൾ താങ്ക് യു ലിസിമോണ് അതിന് വട്ടം പിടിച്ച് കഴിച്ചാന്നിരിക്കും. ചുമ്മാ കളയാതെ ജീവിതങ്ങൾ ഒരു താങ്ക് യു ഭർത്താവ് പ്രകടിപ്പിക്കണം. ഞാൻ 100 ദമ്പതിമാരെ പറഞ്ഞാൽ ധ്യാനിപ്പിക്കുക. 100 ഭർത്താക്കന്മാരും 100 ഭാര്യമാരും 5 ദിവസത്തെ ധ്യാനമാണ്. കൗൺസിലിങ്ങിന് 60 വയസ്സ് പ്രായമുള്ള ഭർത്താവും ഭാര്യ മുന്നിൽ 2 പേരും മുഖം വീർത്തിരിക്കുന്നു. കൗൺസിലിംഗ് കഴിവ് പിടിയിട്ട് കുഴപ്പം കെട്ടിയവരെ ഒരിക്കലും നല്ല വാക്ക് ഭാര്യയോട് പറയില്ല. ഭാര്യയ്ക്കാണോ നല്ല വാക്ക് കേൾക്കാൻ നല്ല ആഗ്രഹമുള്ളൂ. ഞാൻ വെറുതെ ഭാര്യ നല്ല ചക്കുരുമാങ്ങ കറി വെക്കുമ്പോൾ കൊള്ളാവുന്ന മോളെ നല്ല രുചിയല്ലേ ഒരു നല്ല വാക്ക് പറയണം. മുറിക്കോ അടിച്ചു വരുമ്പോൾ നല്ലത് പറയണം. തുണി അലക്കുമ്പോൾ നല്ലത് പറയണം. ഭർത്താവ് പറഞ്ഞു ഞാൻ മാത്രമല്ലോ അവൾ പിള്ളേരെ തിന്നുന്നില്ലേ, ഞാൻ തന്നെ നല്ലത് പറയണം. ഞാൻ തന്നെ പറയണം. ചെമ്മീനും മുരിങ്ങക്കായും കറി വെച്ചാൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അവാർഡ് ഭാര്യയെ കിട്ടിയതല്ല. കിട്ടിയൊരു നല്ല വാക്ക് പറയാൻ വിശുദ്ധ മൂളിൽ പോയി. തിങ്കൾ രാത്രി 8 മണിക്ക് അപാരം കത്തിരിക്കുക. ചൂട് കഞ്ഞി, നല്ല കടുക് മാങ്ങ, തേങ്ങ ചമ്മന്തി, പപ്പടം കാച്ചത് സാധാരണ ഐറ്റം ഇത് കാത്തിരിക്കുക. ഭാര്യ 8 മണിയായപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ കുഴച്ച് വെച്ച് ചപ്പപ്പുഴുകും, ഒരു പാത്രം നിറയെ വാർത്തച്ച കോഴിക്കറിയായിരുന്നു. കഞ്ഞിയും ചമ്മന്തിയും കാക്കുമ്പോൾ ചക്കപ്പുഴുക്ക് കോഴിക്കറിയും സന്തോഷമായി. ഇവൻ പുഴുക്ക് നിന്നു പ്ലേറ്റ് പഠിച്ചു നിർത്തി. കഷ്ടം കൂടി അരപ്പൻ വീട്ടിൽ നിർത്തി. അപ്പോൾ അവർ ശാസ്ത്രം പറഞ്ഞ കാര്യം നല്ല വാക്ക് പറയാൻ അവൻ എന്റെ ലിസുമോളെ 30 വർഷത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും നല്ല ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റില്ല. ഇവളൊക്കെ കരച്ച് എന്തിനാണ് ഈ കരുതുന്നത്? ജോസഫ് അച്ഛൻ പറഞ്ഞില്ലായിരുന്നു നല്ലത് കിട്ടണം, നല്ലത് പറയണമെന്ന്. ഭാര്യ പറഞ്ഞു അച്ഛൻ പറഞ്ഞത് ശരി, എന്നാലും കഴിഞ്ഞ 31 വർഷക്കാലം ഞാൻ തനിക്ക് വെച്ച് വെള്ളത്തിലും ഒരു നല്ല വാക്ക് പോലും പറഞ്ഞില്ലല്ലോ. അയൽവക്കത്തെ മേരിക്കുട്ടിയുടെ ചക്കപ്പുഴുക്കും കോഴിക്കറിയും വന്നപ്പോഴല്ലേ നല്ലത് പറയാൻ പറ്റുന്നത്. എവിടുന്ന് കിട്ടിയെന്ന് അറിഞ്ഞിട്ട് പറയാനായിട്ട്. ദൈവത്തിന് 1-ാം സ്ഥാനമുണ്ട് കുടുംബത്തിൽ. ദൈവത്തിന് 1-ാം സ്ഥാനം. ഇതെല്ലാം സ്വാഭാവികമായിട്ട് പിന്നാലെ വരും. 2 കർത്താവിന്റെ നാമം വൃഥാ പ്രയോഗിക്കരുത്. ദൈവനാമം അനാവശ്യമായി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടിൽ തെറി പറയുന്ന ഒരപ്പൻ ഉണ്ടാകരുത്, ചീത്ത വിളിക്കുന്ന അമ്മ ഉണ്ടാകരുത്. വീട്ടിൽ ദൈവത്തിനിഷ്ടമില്ലാത്ത വാക്ക് പറഞ്ഞാൽ ദൈവനാമം മലിനമായി. അനാവശ്യമായ വാക്ക്, മോശമായ വാക്ക് കുടുംബത്തിൽ പറയരുത്. അപ്പൻ തെറി വിളിച്ചാൽ ആൺകുട്ടി അത് കണ്ടുപിടിക്കും. അമ്മ ചീത്ത വിളിച്ചാൽ പെൺകുട്ടി അത് മാതൃകയാകും. ലോകത്തിൽ എല്ലാ ഭാഷയിലും തെറിയുണ്ട്. ലോകഭാഷ തെറിയെല്ലാം ചെറിയ തെറിയാണ്. ഏറ്റവും നീണ്ട തെറിയുള്ള ഭാഷ ശ്രേഷ്ഠ ഭാഷയായ മലയാളമാണ്. മലയാളത്തിൽ 7 അക്ഷരങ്ങളും ഒരു തെറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഗിന്നസ് ബുക്കിലെ ഏറ്റവും കൂടുതൽ തെറി കാസർഗോഡുകാരൻ ക്രിസ്ത്യാനി കുടുംബനാഥന്റെ തെറിയാണ്. ഒരു തെറിയുടെ നീളം 1 മിനിറ്റ് 3.5 സെക്കൻഡ്. ഉള്ളടക്കം ആരും തെറി കേട്ടോ, തെറി കേട്ടതിന്റെ 7 തലമുറകളുള്ള അപ്പനപ്പൂപ്പന്മാരുടെ സകല അവയവങ്ങളും തലൂർ കണ്ടുപോലെ ഒരു അന്താരാഷ്ട്ര തെറിയുന്ന ചീത്ത വാക്കുകൾ കുടുംബത്തിൽ ഒരിക്കലും പറഞ്ഞ് വില കുറയുന്നു. തെറി പറയുന്ന ഭർത്താവ് ഭാര്യയുടെ മനസ്സിൽ പട്ടപൂജ്യമാവും. ചീത്ത വിളിക്കുന്ന ഭാര്യ ഭർത്താവിന്റെ മനസ്സിൽ ഒരു ഫിക്സീറോയാണ്. ചീത്ത വാക്ക് വിളിക്കുന്ന പേരൻസ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു വില കളയുന്ന വാക്ക് ഒരിക്കലും പറയുന്നു. 3 കർത്താവിന്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം. കുടുംബങ്ങൾ, ക്രിസ്തീയ കുടുംബങ്ങളിൽ ഓർക്കുക കർത്താവിന്റെ ദിവസം. അത് ഞായറാഴ്ചയും നമ്മൾ ഏത് സഭയിൽ വരുന്നോ ആ സഭ പറയുന്ന ദിവസങ്ങളും കർത്താവിന്റെ ദിവസമാണ്. ഞായറാഴ്ച കുർബാന ഒരിക്കലും വീഴ്ച വരുന്നത്. ഞായറാഴ്ച 3 കാര്യങ്ങൾ ദശാംശം സ്വന്തം ഇടവപ്പള്ളി, ഏതെങ്കിലും പള്ളിയല്ല, സ്വന്തം ഇടവപ്പള്ളിക്ക് 3 കാര്യങ്ങൾ ദശാംശം കൊടുക്കണം.
ഒന്ന്, ആരോഗ്യത്തിന് കസേര പിടിച്ചിടണം, ബെഞ്ച് പിടിച്ചിടണം, തുടയ്ക്കണം, തൊടിക്ക് തൂത്തുവാരണം, വൃത്തിയാക്കണം. ആരോഗ്യം എന്റെ സഭയ്ക്ക് വേണ്ടി പള്ളിക്ക് കൊടുക്കണം. രണ്ട്, സമയത്തിന് ദശാംശം. വേദപാഠം പഠിപ്പിക്കാം, പ്രാർത്ഥനാ കൂട്ടായ്മയുണ്ട്, വിശുദ്ധാനയുണ്ട്, ദേവാലയത്തിന്റെ ശുശ്രൂഷകളുണ്ട്. അതിനുവേണ്ടി സമയത്തിന്റെ ദശാംശം, ആരോഗ്യത്തിന്റെ സമയത്തിന്. മൂന്ന്, സ്വത്തിന്റെ ദശാംശം. നിങ്ങൾ ആരും പ്രത്യേകത് തമ്പുരാന്റെ ഫിസിക്കൽ കോഴ്സിൽ 10 രൂപയോടാണെന്ന് ഓർക്കും കരിയേക്കല്. എവിടെ കരിയില് ഈ 10 വീഴുന്നതാണ്. മീൻകട, ചായക്കട ഒക്കെ കൊടുക്കുന്നു. ഈ സർവക്കാരന്റെ പൈസയാണ് 10 രൂപ. ഇത് സർവക്കാരന്റെ പൈസയാണ്. അത് പള്ളിക്ക് കൊടുക്കരുത്, ഇല്ലാത്തവർ കൊടുക്കുക, ഉള്ളവരങ്ങനെ കൊടുക്കരുത്. 1000 കൊടുക്കാൻ പറ്റുന്ന ആഴ്ച ആരെങ്ങനെ ഉപയോഗിച്ചത് എന്റേത് കൊണ്ട് വേറെ ഉത്തരവാദിത്വമൊന്നുമില്ല. ഞാൻ കൊടുത്തു, പള്ളി എങ്ങനെ ചെലവാകും, എന്റേത് കൊടുത്തു. 500 500, 200 200, 100 100. ഒന്നും ഇല്ലാത്തൊരാഴ്ച 10, ഉള്ളപ്പോൾ ഉള്ളതുപോലെ. ഒന്നുമില്ല, ഒന്നും കൊടുക്കാത്ത ഒരമ്മയും 7 വയസ്സുള്ള മോനും ഞായറാഴ്ച വീട്ടിലേക്ക് പോകും. അമ്മ പറഞ്ഞു, മോനെ എന്നെ ഉണക്ക പള്ളിയാണ്, ഓർമ്മൊരു ശബ്ദമില്ല, ഫാനിന് കാറ്റില്ല, കസേരയ്ക്ക് ബലമില്ല, ബെഞ്ചെ പൊടി, കുർബാന ഉണക്ക കുർബാന, എന്നാലും പള്ളിയാണ്. മോൻ പറഞ്ഞു, എന്റെ അമ്മ 10 രൂപയ്ക്ക് ഇതിലും കൂടുതൽ എവിടെ കിട്ടാനായില്ല. കാണുന്നുണ്ട് അമ്മയുടെ ബിസിനസ് പ്രോസിറ്റ്. ഇപ്പൊ സ്വത്തിന്റെ അംശം എന്റെ സ്വന്തം പള്ളി കൊടുക്കണം. സമയത്തിന്റെ അംശം എന്റെ ആരോഗ്യത്തിന്റെ അംശം കർത്താവിന്റെ ദിവസം. ഒപ്പം നമ്മുടെ വീട്ടിൽ കർത്താവിന്റെ മണിക്കൂർ വേണം. രാത്രി 7 9 വരെയും കർത്താവിന്റെ മണിക്കൂർ. 7 മണിക്ക് മുമ്പ് നല്ല ഉറക്കം, 9 നല്ല പണി, 9 ശേഷം നല്ല ഉറക്കം. 7 9 വരെയും ഒരു കർത്താവിന്റെ മണിക്കൂർ വേണം. സന്ധ്യാപ്രാർത്ഥന, വേദപുസ്തക വായന, ഇതൊക്കെ കുടുംബത്തിൽ വേണം. അപ്പനും അമ്മയും പ്രാർത്ഥിക്കുമ്പോൾ മക്കളും ആ പ്രാർത്ഥന കണ്ട് പിടിക്കും. 5 പഠിക്കുന്ന കുട്ടി സാർ എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചാൽ പറയും. യൂണിവേഴ്സിറ്റി അവൻ പറയുമ്പോൾ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി, സാറ് കിള്ളി കിടിക്കുന്നുള്ളി തിരിച്ചു വരാൻ പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി. സാർ അപ്പനോട് വലിയ ഒറ്റ ആഗ്രഹം, ഞാൻ റിട്ടയറാകുന്ന മുമ്പ് നിങ്ങളുടെ മോനെ കൊണ്ട് യൂണിവേഴ്സിറ്റി എന്ന് പറയിപ്പിക്കണം. ഉറങ്ങുന്നു എഴുന്നേൽക്കുന്നു വെടിവെടുന്നു ശരി യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റി പറഞ്ഞു പഠിക്കണം. അപ്പോൾ അവന് സാറെ അവനെ നിർബന്ധിക്കട്ടെ, അവന്റെ കപ്പാക്കിക്ക് അത്രയും കൊടുക്കും. അവനെങ്ങനെ പറയാൻ വെച്ചു. എങ്ങനെയാണ് അപ്പനമ്മ ആട്ടയ്ക്ക് മക്കളല്ല? കുടുംബത്തിൽ പ്രാർത്ഥിക്കുന്ന അപ്പനും പ്രാർത്ഥിക്കുന്ന അമ്മയുമാണ്. കണ്ടുപിടിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം നൈജീരിയയിലെ ലാവോസിൽ ധ്യാനിപ്പിക്കുമായിരുന്നു. അവിടെ ക്രിസ്തീയ കുടുംബങ്ങൾ, അവിടെ എല്ലാ വീട്ടിലും 10 മക്കളിലുമാണ് അപ്പനും അമ്മയും. വീടിന്റെ മുറ്റത്ത് നിന്നും പറമ്പിന്റെ അരിയിലേക്ക് എത്ര പേരുണ്ടോ അത്രയും നടപ്പുവഴി വിട്ടിരിക്കുക. 12 പേരുണ്ടോ 12 വഴി. രാവിലെ എഴുന്നേക്കും, ജ്യൂസ് കുടിക്കും, പണിയാക്കും. വൈകിട്ട് 4 വരും, കുറുക്ക് കഴിക്കും, കുളിക്കും. കുളിച്ചിട്ട് ഓരോരുത്തരും നിശ്ചയിക്കുന്ന വഴിയിലൂടെ പറമ്പിനരിയിലേക്ക് അവിടെ പോയി കൈകൊട്ടി പാടും, സ്തുതിക്കും, തുള്ളിച്ചാൽ തിരിച്ചു വന്ന് കാച്ചി നല്ല ചൂടുകാലം വെച്ച് ഉറങ്ങാൻ പോകും. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ പോയില്ലെങ്കിൽ അമ്മ പറയുന്ന വാക്കാണ്, മോനെ നിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിട്ടുന്നത്. ഭർത്താവിനോട് ഇദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുടെ വഴിയിൽ പുല്ല് കിട്ടുന്നത്. കുറെ നാളായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നില്ലല്ലോ. ഓർമ്മയിൽ നീതി നമ്മളും കുളിമുറിയിൽ മുഖം നോക്കി മുടിയുന്ന കണ്ണാടിയിൽ ചോപ്പുകൊള്ള സ്കെച്ചിനോട് എഴുതി വേണം എന്നെ കർത്താവിന് വേണ്ടി ഒരു 10 മിനിറ്റ് കർത്താവിന്റെ ദിവസവും കർത്താവിന്റെ മണിക്കൂറും പരിശുദ്ധമായി ആചരിക്കണം. 4, കുടുംബത്തിൽ അനുഗ്രഹം വേണം. മാതാപിതാക്കളെ ബഹുമാനിക്കണം. മാതാപിതാക്കളെ നമുക്ക് മാതാപിതാക്കളുടെ ആദരവാണ് ആവശ്യം. പ്രായമായ കാരണന്മാരെ ചെറുപ്പക്കാർ ശരിക്കും നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ തലമുറകൾക്ക് ഒരു വലിയ അനുഗ്രഹം. വാർദ്ധക്യത്തിലെത്തിയവരെ ശുശ്രൂഷിക്കുന്നതിനാണ് തലമുറകളുടെ ഭാഗ്യം എന്നാണ് പറയുക. അന്ത്യവിധി നമ്മൾ വായിക്കുന്നു. മത്തായി 25 31 മുതൽ 46 വരെ അന്ത്യവിധിയിലെ 5 വാക്കുകൾ ഇന്ന് ഹൃദയത്തിൽ സൂക്ഷിക്കുക. എനിക്ക് വിശുദ്ധവും ദാഹിച്ചു, ഭക്ഷണം തന്നോ പാനീയം തന്നോ. നമ്മൾ പറയും സഭയുടെ ചാരിറ്റിന്റെ സ്ഥാനം, ജില്ലാശുപത്രി, പി തോമസിനെ വെള്ളിയ കോടതി ഒരുപാട് ഭക്ഷണപാനീയം കൊടുത്തു. തമ്പുരാൻ പറയും വെറും 2ാം സ്ഥാനം. അതിനേക്കാൾ വില പരിചയത്തുള്ള 80 വയസ്സുള്ള അപ്പൻ, 70കാരി അമ്മ ക്ഷീണിച്ചു കിടക്കുമ്പോൾ അടുത്തിരുന്ന് വർത്താനം പറയാൻ കൂടിയിരിക്കണം. സ്നേഹത്തിന്റെ ഭക്ഷണം, സ്നേഹത്തിന്റെ പാനീയം കൊടുക്കണം. അത് കൊടുക്കുമ്പോഴാണ് വിലയെന്ന് പറയുക. ജീവിതത്തിന് ഒരു അമ്മ പറഞ്ഞെങ്കിൽ 3 മക്കളാണ്. 2 മക്കൾ ഈരണ്ട് സാരി എടുത്തു. ഇളവൻ ബാങ്കിലെ അറ്റൻഡറാണ്.
അവന്റെ കൈകൊണ്ട് ഓയിൽ സാന്നിധ്യത്തിട്ട് മരിച്ചാൽ പറ്റുന്ന കൊതി ഇപ്പം ജീവിതത്തിൽ കാരണമാർക്ക് കൊടുക്കുന്ന സംരക്ഷണം. 2 രോഗിയായിരുന്നു ആശ്വസിപ്പിച്ചു. എന്റെ അപ്പന്റെ കണ്ണ് കാണുകയാണെങ്കിൽ വഴിമാർഗവുമല്ല അപ്പനെ തൊടാവുന്ന ഒരിക്കൽ ഇടയ്ക്കിടയ്ക്ക് ഞാനും എന്റെ ജീവിത പങ്കാളിയും എന്റെ കുഞ്ഞുങ്ങളും ഇരുന്നു. എന്റെ അമ്മയുടെ ചെവി കേൾക്കിയത് തൊണ്ട പൊട്ടുന്ന അമ്മയോട് കുറെ സമയം വർത്താനം പഠിപ്പിക്കണം. രോഗിയായിരുന്നു ആശ്വസിപ്പിച്ചത്. ഒന്നുമല്ലേ, ചുമ്മാ മൂടി കേൾക്കണം. കാരണം ഏറ്റവും ഇഷ്ടമാണ് മക്കൾ മൂളുന്നത്. ഇടയ്ക്ക് ചോദിക്കും, ഞാൻ അത് കേൾക്കുന്നുണ്ടാടാ, കേൾക്കുന്നുണ്ടോടി? പിന്നെ ഞാൻ മൂളാത്ത ചില മക്കൾ മൂളുന്ന കേൾക്കാൻ പൊമരേനിയൻ പറ്റി വരയ്ക്കുന്ന പോലെ ചില മക്കളുടെ മൂളൽ ഒരു ജന്മിനിൽ നിന്നും 3 വർഷം കൂടി 80 വയസ്സിൽ അമ്മ ഒരു മോനെ പിത്തം കവം ചുമ വരാതെ ക്ഷീണം യമനം അങ്ങനെയൊക്കെയില്ല. അങ്ങനെ ചോദ്യം കയറുക. അമ്മ ഒരു മോനെ അമ്മയുടെ പഴയ വോയിസായിട്ട് കഴിഞ്ഞ ആഴ്ച ഒരു എലി വെട്ടി. എലിയല്ല മോനെ, പഴയ പെരയിലാണ് അടുത്തിരിക്കണം മൂടിക്കളണം. രോഗിയായിരുന്നു ആശ്വസിപ്പിച്ചത്. 3 ഞാൻ പരദേശിയായിരുന്നു. പാർപ്പിടം തന്നു. ആരാ പരദേശി? ബംഗാളി, ബീഹാറി, ജാർഖണ്ഡ്, ബീഹാറിലെ പരദേശി. കല്യാണം കഴിച്ച മോന് അമ്മയ്ക്കും അപ്പനും വിലയില്ല. അവന് ബന്ധം നോക്കി മാത്രം മതി. കെട്ടിവന്ന പെണ്ണിനോ കെട്ടിയോ മതി. അപ്പനും അമ്മയും വേണ്ട, അമ്മയും വേണ്ട. ചില പൊട്ടന്മാർ കെട്ടിയാൽ പെണ്ണില്ല. ചില പൊട്ടന്മാര് ഭാര്യയിൽ പോലെ കണ്ടാൽ ഭൂമിയിൽ ഒരു പെണ്ണുങ്ങളില്ലാതെ ഏതാണ്ട് എക്സ്ട്രാ അവയവങ്ങൾ അവന്റെ അവർക്ക് ഇങ്ങനെ എഴുതിച്ചുകൊണ്ട് പോകുന്നതാണ്. ചിലങ്ങനെ ഒരുത്തൻ കല്യാണം കഴിഞ്ഞു. ആദ്യ നാളുകളിൽ പൊന്നെ തേനെ പോലെ എന്തെല്ലാം ആകുന്നത്. ഒരുത്തൻ കല്യാണം കഴിഞ്ഞ് ഭാര്യയെ കൊണ്ട് വെയിറ്റിലോ വീഡിയോക്കാരൻ പറഞ്ഞാൽ അവന് നല്ല മണമുള്ള ദിവസം കോരി എടുക്കാൻ പറ്റും. അവൻ കഷ്ടപ്പെട്ട് കോരി എടുത്തു. എന്നിട്ട് ഓവർ വെയിറ്റ് സിമെന്റിയാകും പോലെ അവൻ ബേസ് വെച്ച് ഇവിടെ ചുമന്നോണ്ട് പോവാ. പിന്നെ അമ്മ പരിചയത്തിൽ ജനലോട് കണ്ടു. മോൻ ഇവിടെ ചുമന്നോണ്ട് വരും. അമ്മ പറഞ്ഞു, വിവാഹത്തിന്റെ അത്ഭുതം എന്റെ കർത്താവെ, 5 കിലോ റേഷന് കിട്ടിയാൽ ഓട്ടോറിക്ഷയെ കൊണ്ടുവരുന്നവനാണ്. 67 കിലോ ചുമന്നോണ്ട് വരും വേണ്ടില്ലേ. ഭയങ്കരാവേശം. കത്തോലിക്ക സഭയിൽ 50 നോമ്പ് കാലത്തിന്റെ ആചാരമാണ് കുരിശിന്റെ വഴി. ഒരു വഴിയിൽ നോമ്പുകാരന് ഞാൻ ധ്യാനിപ്പിക്കുക. വൈകിട്ട് 6 മണിക്ക് കുരിശിന്റെ വഴി. 5:45 പള്ളിയോട് പോകുമ്പോൾ 60 വയസ്സുള്ള ഭാര്യ വീർത്ത പോകാൻ മുമ്പിൽ നടന്നു. ഒപ്പം പ്രായോട് കെട്ടിയവൻ വീർപ്പിച്ചമാണ് പുറകെ പോയി. ഞാൻ ചോദിച്ചു, ചേട്ടാ 50 നോമ്പിലെ വെള്ളിയാഴ്ചയല്ലേ, കുരിശിന്റെ വഴിക്ക് പോകത്തില്ലേ? ചേട്ടൻ പറഞ്ഞു, ആ വഴിക്ക് തന്നെ അച്ഛാ ഞാൻ പോകൊണ്ടിരിക്കുന്നത്. കുരിശിന്റെ ഉള്ളിൽ പോകുന്നു. കുരിശിന്റെ വഴിക്ക് ചേട്ടൻ ആദ്യം തുടങ്ങി പിന്നെ ആയവർ ഇവിടെയാണ്. ഒരിക്കലും പരദേശികളാണ്. പുതുപ്പള്ളിയിലെ ഒരു സ്ഥിരം കാഴ്ച. ഇവിടെയുള്ള മിക്ക വീടിന്റെ മുറ്റത്ത് ഒരു മാവുണ്ട്. ആ മാവ് നിൽക്കുമ്പോൾ മാവിന്റെ വില അറിയത്തില്ല. പക്ഷെ കാറ്റിന് മാവ് ഒടിഞ്ഞപ്പോഴാണ് മാവ് കണ്ട ചൂട്, മാവ് ശുദ്ധീകരിച്ച വായു, മാവ് മനസ്സിലിച്ച ആകാശം മനസ്സിലായത് മാവ് ഒടിഞ്ഞപ്പോഴാണ്. പ്രായമുള്ള അപ്പനമ്മ വീട്ടുമുറ്റത്തെ മാവാണ്. ഉള്ളപ്പോൾ വില അറിയില്ല. 2 പേരും മരിക്കുമ്പോൾ അറിയുക. അപ്പൊ മനസ്സിൽ പിടിച്ച ആകാശം, ശുദ്ധീകരിച്ച വായു, കടല ചൂട്. മാതാപിതാക്കൾ പരദേശികളാകരുത്. ചെറുപ്പക്കാർ കൊടുക്കുക, സ്ഥാനം കൊടുക്കുക. 4 നഗ്നനായിരുന്നു കുടിപ്പിച്ചു. ഒരിക്കലും ഒരപ്പൻ്റെ അമ്മയ്ക്ക് നിങ്ങളുടെ വീട്ടിൽ നാണക്കേട് കൊണ്ടരുത്. അങ്ങ് മരിച്ചാൽ മതി. മോനും വേണം, മോന് ഭാര്യയ്ക്ക് വേണം. ആ രീതിയിൽ ചെറുപ്പക്കാർ ഒരിക്കലും പെരുമാറരുത്. ഏതാനും മാസം മുമ്പ് ആലപ്പുഴ മുഹമ്മയിൽ ഒരു ഹിന്ദു സമൂഹത്തിന് വലിയ കൺവെൻഷൻ കുടുംബസംഘം മുഖ്യ പ്രസംഗത്തിന് ക്ഷണിച്ചു. അധ്യക്ഷനായിരുന്നത് മുൻ ജഡ്ജി അമാൽ ഭാഷ. സ്വാഗതം പറഞ്ഞത് അരുളമ്മയിലെ ഗായിക ദലീമ. എന്റെ പ്രസംഗം ആൾക്കാരെ കയ്യെ പിടിച്ച് എന്തൊക്കെയോ നല്ലത് പറഞ്ഞപ്പോൾ അമാൽ ഭാഷ എന്നോട് പറഞ്ഞു, അച്ഛൻ ആയിരങ്ങളെ കാണുന്നയാളിന് ഒരു കാര്യം ചെയ്യണം, കാരണമാണ് പറയണം. ഒരു കാരണവശാലും അവർ ജീവിച്ചിരിക്കുമ്പോൾ സ്വന്തം വീടും ചുറ്റുമുള്ള മണ്ണും ഒരു മോനും ചത്താലും എഴുതി കൊടുക്കരുത്. എത്ര നല്ല മോനാണ് എഴുതി കൊടുക്കരുത്. ഇങ്ങനെ എഴുതി വെക്കണം. എന്നെയും ഭാര്യയും മരണം വരെ നോക്കുന്ന നോക്കാം. അങ്ങനെ ഉണ്ടാവും. അല്ല, കൊന്നിട്ട് കൊണ്ടുപോകുന്ന കാലം സമൂഹം മാറി. ഇനി അമ്മയും മോനും ഭാര്യയും മാത്രം പിള്ളേരെ കെട്ടിച്ചു വിട്ടു. അവൻ പറയുന്നു, അമ്മ എഴുതിക്കാം, പിന്നെ വല്ലതും ഡിമാൻഡ് ചെയ്താലോ? അമ്മ എന്ത് ചെയ്യണം? മടുക്കുമ്പോൾ കടയിൽ ഒരു ട്രങ്ക് ഇരുമ്പ് പെട്ടി കൊണ്ടുവരിക. ആരും കാണാത്ത പുറത്ത് ചക്കമുട്ടി, ചക്ക മണൽ, കപ്പമുട്ടി, മിറ്റില്, കല്ല്, തടിക്കശ ഇതെല്ലാം വെച്ച് താഴോട്ട് പൂട്ടുക. ഒരു താക്കോൽ അമ്മ പിടിക്കുക, മറ്റേ താക്കോൽ കാലാകാലം മാറി വരുന്ന
വികാരികളിലേക്ക് കൊടുക്കുക. ഒരു പിടിച്ചു പറഞ്ഞു, മോനെ അമ്മയെ മരണം തോന്നുന്നതിനുള്ള ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇതിനകത്തുണ്ട്, മരിക്കാതെ ചില മക്കളെ ഈ കണ്ണി ഒപ്പിക്കുന്ന മക്കളുള്ള നഗ്നരായിരുന്നു എന്ന് വിളിപ്പിച്ചു. ഒരിക്കലും പേരൻസിന് നാളുകളുള്ള വർത്തമാനം ചെറുപ്പക്കാർ തമ്മിൽ മരുന്ന് ഒരിക്കലും ഉണ്ടാകരുത്. അതുപോലെ പ്രായമായ മാതാപിതാക്കൾ മരുമകൾക്ക് ഒരു മുറിവുള്ള വർത്തമാനം പറയരുത്. നഗ്നരായിരുന്നു ഒളിപ്പിച്ചു. 5 കൊല്ലരുത്. കൊല്ലരുത്. 5-ാം പ്രമാണം കൊല്ലരുത് എന്ന് പറഞ്ഞാൽ ജീവിക്കാൻ അനുവദിക്കണം. അബോർഷനെ കുറിച്ചാണ് കൊല്ലരുതെന്ന് പറയുക. അങ്ങനെ തിന്മ കുടുംബത്തിൽ ഉണ്ടാകരുത്. പരമാവധി മക്കൾക്ക് ജന്മം കൊടുക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളാണ് സന്താന നിയന്ത്രണം. അതുകൊണ്ട് എവിടെയാണ് ക്രിസ്ത്യൻസ് കൂടുതൽ അവിടെ നിയോജകമണ്ഡലങ്ങൾ ഇല്ലാതെ പോയി. കോട്ടയം ജില്ലയിൽ വാഴൂർ നിയോജകമണ്ഡലം ഇല്ല. പത്തനംതിട്ടയിൽ കല്ലൂപ്പാറ നിയോജകമണ്ഡലം ഇല്ല. പത്തനംതിട്ട അസംബ്ലി ഇല്ല, പാർലമെന്റിൽ വീണാനഗറിൽ നിന്ന് ആറന്മുളയെന്ന് പത്തനംതിട്ട ഇല്ലാതായി. ഇപ്പോൾ സന്താന നിയന്ത്രണം പോലും ക്ഷയിക്കുന്നത് നമ്മളാണ്. ഇഷ്ടംപോലെ മക്കളെ ലഭിക്കുന്ന മുസ്ലിം സമുദായം പരമാവധി വളരും. അവർ ദൈവം കൊണ്ട് കുഞ്ഞുങ്ങളെ തെണ്ടിയാലും നടത്തുന്നു. അതിൻ്റെ അനുഗ്രഹവും ഭാഗ്യവും അവരനുഭവിക്കുന്നുമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ പഠിച്ചിരിക്കാൻ കണ്ടിരിക്കാൻ ഒരുപാട്. ഞാൻ ദുബായിൽ ധ്യാനിപ്പിക്കുമ്പോൾ സ്വർണ്ണക്കടക്കാരൻ ജോയി ആലുക ധ്യാനിക്കാം. ജോയി പറഞ്ഞു, 18 മക്കളിൽ ഞാൻ 13-ാമത്തേതാണ്. എല്ലാവരും കഷ്ടപ്പെട്ടു, ദൈവം ഞങ്ങളെ വളർത്തി എത്തിച്ചു. അത് നമ്മൾ മക്കൾക്ക് ജന്മം കൊടുക്കണം. ആ മക്കൾക്ക് വിദ്യാഭ്യാസം, ഭൗതിക വിദ്യാഭ്യാസം അവർ പറഞ്ഞു കൊടുക്കണം. എങ്ങനെ ഫോൺ ഉപയോഗിക്കണം, ലാപ്ടോപ്പ് എങ്ങനെ, കമ്പ്യൂട്ടർ എങ്ങനെ, ഇതൊക്കെ പറയാനുള്ള അറിവ് പേരൻസിന് വേണം. കുഞ്ഞുങ്ങൾക്ക് നമ്മളെക്കാൾ കൂടി അറിവല്ല, അവർക്കൊപ്പമുള്ള അറിവ് പേരൻസിന് വേണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ആത്മീയ വിദ്യാഭ്യാസം 5 വയസ്സിലുണ്ട്. സഭയുടെ പ്രാർത്ഥന, പാരമ്പര്യങ്ങൾ ഒക്കെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിരിക്കണം 5 വയസ്സുകളിൽ. സെക്സ് എഡ്യൂക്കേഷൻ, ലൈംഗികമായ കാര്യങ്ങൾ അവരുടെ ജിജ്ഞാസയോട് പറഞ്ഞു കൊടുക്കണം. എന്ന പുസ്തകം മേടിച്ചു കൊടുക്കണം. നമുക്ക് പറയാൻ പറ്റുമോ കുഞ്ഞുങ്ങൾ ആരായിത്തീരുന്നു? ഓരോ കുഞ്ഞും നാളെ ആരായിത്തീരണം ആർക്കാ പറയാൻ പറ്റുക? ഇവിടെ ഓരോ അമ്മയും കുഞ്ഞുങ്ങളെ തൊട്ടിയിട്ടിട്ട് താരാട്ട് പറയും. എന്താണ് താരാട്ട്? രാരാരോ രാരീരാരോ. നമ്മൾ കേൾക്കാൻ രസമുള്ള നല്ലൊരു പല്ലവി ഈരടി അമ്മ പറഞ്ഞ പാടുകയല്ല. ഓരോ അമ്മയും കുഞ്ഞിനെ തൊട്ടിയിട്ട് കാട്ടിക്കൊണ്ട് ദൈവത്തിന് മുഖത്ത് നോക്കി ചോദിക്കുന്ന ചോദ്യമാണ് താരാട്ട്. എന്താണ് ചോദ്യം? എന്റെ ദൈവമേ, തൊട്ടിക്കുന്ന എന്റെ ഈ മോൻ ആരാരോ, ഈ മോൾ ആരാരോ ഒരു പിടിയില്ല. ഒരു ആൺകുട്ടിയെ തൊട്ടിട്ട് കാട്ടിക്കൊണ്ട് ദൈവത്തോട് അമ്മ ചോദിക്കുക, എന്റെ ദൈവമേ, ഇവൻ എഞ്ചിനീയറാവോ, പോലീസാവോ, പട്ടാളക്കാരനാവോ, ബാങ്ക് മാനേജരാവോ, അച്ഛനാവോ, ഇവൻ ആരാരോ ഒരു പിടിയില്ല. പെൺകുട്ടിയെ ചുറ്റിക്കാട്ടിക്കൊണ്ട് ഇവിടെ ആരീരാരോ, ഇവൾ ബാങ്ക് മാനേജരാവോ, മിലിറ്ററി നേഴ്സാവോ, UK പോവോ, USA പോവോ, ടീച്ചറാവോ, അതോ രസതന്ത്രക്കാരി കൂടത്തായി ജോലിയാവോ, കൂട്ടതന്ത്രക്കാരി സരിത നായരാവോ, നയതന്ത്രക്കാരി സ്വപ്ന സുരേഷാവോ, അതോ ജ്യൂസുകാരി ദേശീയാവോ, ഇതാരീരാരോ ഒരു പിടിയില്ല. കുഞ്ഞുങ്ങളെ ദൈവവഴി നടത്തി നന്മയിലെത്തിക്കണം. അല്ലെങ്കിൽ കൊല്ലം വളരെ നന്ദിക്കണം. 6 വ്യഭിചാരം ചെയ്യല്. കുടുംബവിശുദ്ധിയിൽ ഒരു ഭാഗമാണ്. പരസ്ത്രീ ബന്ധം, പരമേശ്വരന്റെ ബന്ധം, ചിന്തയിലെ വ്യഭിചാരം. ഇവിടെ ഇരിക്കുന്ന മിക്ക ആണുങ്ങൾക്കും നിലവിൽ 2 ഭാര്യമാരുണ്ട്. എല്ലാ പെണ്ണുങ്ങൾക്കും 2 കെട്ടിയന്മാരുമുണ്ട്. 1 ഭാവനയിലെ ഭാര്യ, 2 കയ്യിൽ കിട്ടിയ ഭാര്യ. 1 ഭാവനയിലെ ഭർത്താവ്, 2 കയ്യിൽ കിട്ടിയ ഭർത്താവ്. പെണ്ണുങ്ങൾക്ക് സ്വപ്നം ഞാൻ വരുന്ന പുരുഷൻ, മമ്മൂട്ടിയുടെ ശരീരഘടന, മോഹൻലാലിന്റെ ചെവി നടപ്പ്, ഉണ്ണിമുഖന്റെ കട്ടിമസൽ, ഇതിരാജിന്റെ കുറ്റിമീശ, ഇതെല്ലാം കാണും. കിട്ടിയതോ കൊടക്കഞ്ഞു പോലെ മെലിഞ്ഞ ഒരാളെ കിട്ടി. പിന്നെ കട്ടിമീശൽ കണ്ടാൽ അതാണ് വ്യഭിചാരം, ഗ്രേക്കിലെ വ്യഭിചാരം. ആണുങ്ങളുടെ സ്വപ്നം ഞാൻ വരുന്ന പെണ്ണിന് 80കളിലെ ശോഭനയുടെ മണ്ണം, 90കളിലെ കാവ്യമാധവന്റെ കണ്ണം, 2000-ലെ സമദാസിന്റെ ബോംബല്ലേ, ഇതൊക്കെ വേണം. പക്ഷെ ദൈവം കണ്ടത് ചാളമേലിയെ പോലെ ഉണങ്ങി വേണം. ആരെ കിട്ടിയോ കിട്ടിയാണ്. ഞാൻ ഒരു സ്ഥലത്ത് അബ്രഹാമിന്റെ ചരിത്രം ഞാൻ ഇരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, അന്നത്തെ ഇറാഖിന്റെ നിയമം, പശ്ചിമേഷ്യൻ നിയമം, മക്കളില്ലാതെ മരിക്കുന്ന ഭർത്താവ് വേലക്കാരി ഒരു കുഞ്ഞിനെ ജന്മം കൊടുത്ത് തലമുറ ഉണ്ടാക്കിയിട്ട് മരിക്കണം നിയമം. അത് രാജ്യവും പറഞ്ഞു, മതവും പറഞ്ഞു. മക്കളില്ലാത്ത ആണുങ്ങൾ വേലക്കാരി കുഞ്ഞുങ്ങളെ പ്രസവിപ്പിച്ചിട്ട് പോകണം തലമുറ. കൂലിക്കാരി കിട്ടിയില്ല.
കൂലിക്കാരി രാവിലെ പണിയാൻ വന്ന് വീട്ടിൽ തിരിച്ചു വന്ന് കൂലിക്കാരി, വേലക്കാരി വീട്ടിൽ നിന്ന് പണിയുന്നവർ. ഞാൻ പറഞ്ഞപ്പോൾ 70 വയസ്സുള്ള ഒരു അംഗലി വെച്ചു, ജോസഫ് വെച്ച ആ രാജ്യം ഇപ്പോഴും ഉണ്ടോ? വിസ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ ആർക്കും സ്വന്തമായ അവസ്ഥയിൽ തൃപ്തിയില്ലാത്തവരോ ഇവിടെയാണ് വ്യഭിചാരം ചെയ്യുന്നത്. 7 കള്ളസാക്ഷ്യം പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് അനേകം വേണോ? ഞാനെന്ന അപ്പൻ, ഞാനെന്ന അമ്മ ആരും പേര് നശിപ്പിക്കരുത്. പണ്ട് ഊമക്കത്തും സ്വരമാറ്റി ഫോൺ വിളിച്ചും ആൾക്കാർ പേര് നശിപ്പിക്കാം. ഇന്ന് പേര് നശിപ്പിക്കുന്ന മീഡിയ വാട്സപ്പാണ്. ഏത് കള്ളനും ഏറ്റവും ചീത്തയായ മനുഷ്യനും വാട്സപ്പിൽ ആരെക്കുറിച്ചും എന്നുവിടാം. ഒരിക്കലും വായിച്ചു മറന്നുപോയി പിന്നെ കാണുന്നില്ല. പക്ഷെ പേരുദോഷം വരുത്താൻ വാട്സപ്പ് മെസ്സേജുകൾ ധാരാളമാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇന്നസെന്റ് എന്നോട് വിളിച്ച രോഗം മുറിച്ചപ്പോൾ 3 പ്രാവശ്യം മരിച്ചത് വാട്സപ്പിൽ വാർത്ത വന്നു. എസ്റ്റാനിക്ക് മരിച്ചത് 2 പ്രാവശ്യം വാട്സപ്പിൽ ഞാൻ വായിച്ചതാണ്. അതുകൊണ്ടാണ് പറയുക, വാട്സപ്പ് മെസ്സേജുകൾ ചുമ്മാ ഷെയർ ചെയ്തത്. ടി വി വാർത്ത ഷെയർ ചെയ്യാം, സത്യമര്യാദ ഷെയർ ചെയ്താൽ 7ാം പ്രമാണം ലംഘനമാണ്. മറ്റുള്ളവരുടെ പേര് നശിപ്പിക്കും. അതുകൊണ്ട് നമ്മൾ പറയുന്നത്, നല്ല പണിയുള്ളവർ തംസപ്പ്, ചെറിയ പണിയുള്ളവർ സിപ്പപ്പ്, ഒരു പണി ഇല്ലാത്തവർ വാട്സപ്പ് എന്നാണ് പറയുക. അപ്പം നമുക്കൊരു സ്ഥിരത വേണം ജീവിതത്തിൽ. 8 മോഷ്ടിക്കരുത്. കുടുംബത്തിൽ അനുഗ്രഹം വേണോ? അർഹതയില്ലാത്ത പൈസ കൈവെക്കരുത്. നിങ്ങളാരും ഓടുന്നത് മോഷിക്കുന്നതല്ല. പക്ഷെ അർഹതയില്ലാത്ത പൈസ ഒരു സപ്ലൈ ഓഫീസിലൂടെ കാണാമോ? അദ്ദേഹം പറഞ്ഞു, ലോകം തിന്മ. റേഷൻ കടക്കാരൻ ഒരു ഫയലിൽ ഒപ്പിടാൻ വേണ്ടി 500 കൈക്കൂലി കള്ളനോട്ടായാലും ലോകം മോശമല്ലേ? കൈക്കൂലിക്ക് കുഴപ്പമില്ല, കള്ളനോട്ടിലാണ് പ്രശ്നം. 600 രൂപ നാട്ടിൽ കൂലിയുള്ളപ്പോൾ ഒരു പാവപ്പെട്ടവൻ 300 പണിയാമെന്ന് വന്ന് അവനെ കൊണ്ട് പണിയിപ്പിച്ചാൽ, അവൻ സമ്മതിച്ചാൽ പണിയിപ്പിച്ച മുതലാളി 300 കട്ട കള്ളനാണ്. നാട്ടിലെ കൂലി കൊടുക്കുന്നില്ലെങ്കിൽ 600 രൂപ മേടിക്കുന്നവൻ പണിതിട്ട് കളിപ്പിച്ച് അവന്റെ മക്കളെ അനുഭവിക്കുകയല്ല, അപ്പൊ കാശ് കട്ടവനാ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന പണിക്ക് കൂലി കൊടുക്കണം. അതുപോലെ മേടിക്കുന്ന കൂലിക്ക് അനുവാദങ്ങൾ പണിയിച്ച് അറിവില്ലാത്തൊന്നും വരല് മോഷ്ടിക്കരുത്. 9 അന്യന്റെ ഭാര്യയെ മോഹിക്കരുത്. ദാമ്പത്യത്തിന്റെ വിജയമാണ്. കിട്ടിയ ഭാര്യ, കിട്ടിയ ഭർത്താവ്. പെണ്ണുങ്ങൾക്ക് കിട്ടിയ കെട്ടിയവൻ മതി, ആണുങ്ങൾ കിട്ടിയ ഭാര്യ മതി. ഞാൻ കോട്ടയത്തിരിക്കുന്നു, എനിക്ക് അങ്കമാലിക്കും പോകണം, അതേസമയം കൊട്ടാരക്കരിക്കും പോകണം. ആദ്യം വരുന്ന ബസ്സേ കയറാം. കൊട്ടാരക്കര ബസ്സേ കയറിയിരിക്കുമ്പോൾ വിശ്വവും അങ്കമാലി ആണെങ്കിൽ ഏറ്റുമാനൂര്, പുറതലയാണ്, കൂത്താടുകളും, മൂവാറ്റുപുഴ, പെരുമ്പാവൂര്, കൊല്ലത്തി, അങ്കമാലി കാണാവുന്നു. കൊട്ടാരക്കര വേണ്ടി കയറി പുറതല. കൊട്ടാരക്കര വേണ്ടി കയറുമ്പോൾ ആശ്രയിക്കും. ചിങ്ങവനമുണ്ട്, ചങ്ങനാശ്ശേരി, തിരുവല്ല ഉണ്ട്, ചെങ്ങന്നൂരുണ്ട്, പന്തളമുണ്ട്, അടൂറുണ്ട്, മൈലമുണ്ട്, കൊട്ടാരക്കരയുണ്ട്. അവിടെ വ്യാസനീയം. ഞാൻ കത്തോലിക്കാ സഭയിൽ അച്ഛനായിട്ട് 32 വർഷങ്ങൾ. എല്ലാം തോന്നുക കല്യാണം വരും നല്ലത്, കാലുകെട്ടന്, വീടുകെട്ടന്, കൂടികെട്ടന്, കൊക്കോ കൊണ്ടന് ഓർക്കരുത്. ഈ വണ്ടി ഞാൻ ആസ്വദിക്കണം. എങ്ങനെ സംസാരിപ്പിക്കാം, കുർബാനയെല്ലാം ധ്യാനിപ്പിക്കാം. എന്റെ പണി തെറ്റിപ്പോയോ ദൈവമെന്ന് ഉറപ്പുകളാണ്. എന്നോട് കോളേജിൽ പഠിച്ച 3 മക്കളെ അപ്പന്റെ ഫോൺ കോൾ, ജോസഫ് വെച്ച അപ്പനായവര് ഇനി അച്ഛനാക്കുന്ന സഹോദരനോടും അവൻ അവന്റെ പണ്ടി പഠിച്ചു. ഞാൻ കുറച്ചാൾ പരിമലിച്ച് എന്നെ പഠിപ്പിച്ച സാറുണ്ട്, പ്രായമായിട്ടിരിക്കുന്നു. എന്നെ കണ്ടപാടെ കണ്ടു. അച്ഛനെ കാണാനിരിക്കുകയായിരുന്നു. എനിക്കൊരു സംശയം, എന്താ അച്ഛനെ കണ്ടില്ലേലും പെണ്ണ് കെട്ടണമെന്ന് അച്ഛന് കാര്യമായി തോന്നിയിട്ടുള്ളൂ. അതെന്താ? അച്ഛൻ്റെ പ്രസംഗം കിട്ടിയങ്ങൾ കുടുംബത്തോടെ ചിരിക്കാറുണ്ട്. വേണ്ടാത്ത വല്ല ഒന്നിലും ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയാണ്. ഞാൻ പറഞ്ഞു 2 വർഷം മുമ്പ് സാധിപ്പിച്ച് 3 പ്രാവശ്യം ഇന്ന് തന്നെ പെണ്ണ് കെട്ടണം നോക്കാൻ. അതെന്താ? തുണി അടക്കി ഒരങ്ങാഴ്ച കൂട്ടിയപ്പോൾ ഞാൻ ഓർത്തു ഒരു ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ കിട്ടിയതിനെല്ലാം ഞാൻ ഓർത്തുപോയി. പിന്നെ സാറ് പറഞ്ഞു, പൊന്നി ജോസഫ് വെച്ച ഇമ്മയിൽ ഒരിക്കലും ഓർത്തേക്ക്. അതെന്താ? എന്റെ ഭാര്യ ഇന്നും അവിടെ സകലമായ തുണിയും എന്നെ കൊണ്ട് അടിപ്പിക്കുന്നത്. എവിടെയാണോ അവിടെ ഉറച്ചിരിക്കുക, മറ്റൊന്നും ഓർക്കാതിരിക്കുക. അന്യന്റെ ഭാര്യ കൂട്ടുകാരുടെ ഭർത്താവിനെ കുടിക്കും. ചിന്തകൾ അവസാനിക്കുക. 10 അന്യന്റെ വസ്തു ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും പിടിച്ചു മരിക്കാനുള്ളത്. കുടുംബം വിജയിക്കണോ? ഉള്ള അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കാൻ ഭാര്യയെ പഠിപ്പിക്കണം. ഉള്ള അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കാൻ ഭർത്താവിനെ പഠിപ്പിക്കണം. ഉള്ള അവസ്ഥയിൽ ഒതുങ്ങി നിൽക്കാൻ മക്കളെ പഠിപ്പിക്കണം. അമിതമായിട്ടല്ല, ഒരു ഒതുക്കം വേണം. ഒരു ഒതുക്കം ഉള്ള അവസ്ഥ. ആ ഒതുക്കം ദൈവം പഠിപ്പിച്ചു. കൊറോണ വൈറസിന്റെ കാലഘട്ടം
ഈ പാൻസ് പോരാ, ഈ ചുരിദാർ പോരാ, വസ്ത്രം പോരാ, ചെരുപ്പ് പോരാ, മുറി പോരാ പറഞ്ഞത് ഇത് മതി. ചക്കയുടെ ചകരി പോലും മിക്സഡായിട്ട് പറഞ്ഞ് തിന്നാൻ വെച്ചു പഠിപ്പിച്ച പാടും എന്തെല്ലാം പരിശീലനം കിട്ടിയത്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ 40 വയസ്സ് പ്രായമുള്ള സ്ത്രീയുടെ സ്വപ്നമായിരുന്നു അരഗ്രാം തൂക്കത്തിൽ ഒരു മൂക്കുത്തി. ഇരുമ്പപ്പാൽ കുറ്റിയിട്ട് കാശുകൊണ്ട് മൂക്കുത്തി കണ്ടു, മൂക്ക് തുളച്ചു. ഫെബ്രുവരി 14 വാലന്റൈൻസ് ഡേയിൽ 10 മൂക്കുത്തി തുളച്ച് കയറ്റി. പിന്നെ മൂക്കുത്തി ആക്കിക്കൊണ്ട് ടൗണിലൂടെ ഇങ്ങനെ നടന്നു. 15-ാം ദിവസം സർക്കാരിന്റെ ഓർഡർ മാസ്ക് വെച്ച് മൂക്ക് മറയ്ക്കുക. ഈ സ്ത്രീ പറഞ്ഞു, ആരെ കാണിക്കാനാ ഈ കുണ്ടാണ് കുത്തിക്കുന്നത്, ഇതും മതി എന്ന് പറയാൻ പറയും, ഇതും മതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ചികിത്സ അച്ഛനായ ഞാൻ പ്രതീക്ഷിക്കല്ലേ, അച്ഛനായ എനിക്ക് ചികിത്സ ഒരു കർമ്മകാരൻ പ്രതീക്ഷിക്കല്ലേ. 5-7 ലക്ഷത്തിന്റെ വണ്ടി മേടിക്കാൻ പറ്റുന്നത് അതേ മേടിക്കാവും, കടമെടുത്ത് 15 മേടിക്കല്ലേ. 10 ലക്ഷത്തിന്റെ വില തട്ടിക്കൂടാൻ പറ്റും, അത് മതി. പിന്നെ കിട്ടുമ്പോൾ അടുത്ത മുറി മതി. ലോൺ എടുത്ത് പെരവഴിയരുത്, ഉള്ളത് ഒരുങ്ങി ജീവിക്കണം. അങ്ങനെ കുടുംബത്തെ ഐശ്വര്യപൂർണ്ണമാക്കണം. നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാമിന്റെ ഭവനം പോലെ വിശ്വാസത്തെ, തിരുകുടുംബം പോലെ വീണ്ടെടുക്കൽ, സക്കയൂസിന്റെ ഭവനം പോലെ വിടുതൽ ഒരു കുടുംബമായി നമ്മുടെ കുടുംബമായിരിക്കട്ടെ. അത്രവിലായിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലവനായ കർത്താവ് നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒത്തുവരവിനെയും ആശീർവദിക്കട്ടെ. ആമേൻ. ജോസഫ് പുത്തമ്പരം അച്ഛന്റെ വളരെ ശ്രേഷ്ഠവും നർമ്മരസവുമായ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു.